സ്തോത്രം 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 ഹല്ലേലൂയ. വ്യത്യസ്തനായ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സന്ദേശം ഇവിടെ തുടങ്ങുന്നു. എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. ഇവിടെ രാത്രി 12 മണിയായി. അവിടുത്തെ സമയം എനിക്ക് അറിഞ്ഞുകൂടാ, അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും 2-3 മണിക്കൂർ പ്രസംഗിക്കാൻ പോവാണ്. കിട്ടിയ സമയമല്ലയോ, കളയുന്നില്ല. പേടിക്കണ്ട, ഞാൻ സമയത്തിന് നിർത്തും. പട്ടാളക്കാരനാണ്. പട്ടാളക്കാർ സമയം പാലിക്കുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് എൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ലാത്തൊരു സിനിമ കാണണം. ബെറ്റർ ഹാഫ് ക്രിസ്ത്യൻ മലയാളം മൂവി എന്നടിക്കാമെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് കാണാം. ഒന്നുകൂടെ പറയുന്നു, ബെറ്റർ ഹാഫ് മലയാളം ക്രിസ്ത്യൻ മൂവി. അസാധാരണമായ സിനിമയാണ്. 90 മിനിറ്റ്. ഭാര്യയും ഭർത്താവും കൂടെ അടുത്തടുത്തിരുന്ന് കാണണം. കൈ കോർത്ത് പിടിച്ച് കാണണം. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല, ഉറപ്പ് പറയാം. വലിയൊരു തുക ചെലവാക്കി ഞാൻ ഉണ്ടാക്കിയ സിനിമയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ എൻ്റെ വിഷയം, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും പരിഹാരം ക്രിസ്തുവിൽ ഉണ്ട്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിൻ്റെ പരിഹാരം ക്രിസ്തുവിൽ ഉണ്ട്. ഇതാ വേദപുസ്തകം പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിനകത്ത് 3 അത്ഭുതങ്ങൾ നമുക്ക് കാണാം. ഒരൊറ്റ അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ. ആ അത്ഭുതത്തിനകത്തെ 1-ാമത്തെ അത്ഭുതം നമുക്ക് 3 അത്ഭുതവും സാവധാനത്തിൽ പഠിക്കാം. 1-ാമത്തെ അത്ഭുതം, അവർ കടലിനക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. 2 വാക്യം ഞാൻ ഒന്നിച്ചു വായിച്ചതാണ്. യേശു ക്രിസ്തു ഗദരദേശത്ത് വന്നു. എന്തിനാ അവനോട് വന്നത്? ഒറ്റ ഒരാളിന് വിടുതലിന് വേണ്ടി. അത് കഴിഞ്ഞ് അവൻ തിരികെ പോയി. അവിടെ നിന്നില്ല. വേറെ ആരെങ്കിലും ഇനി ആകാനുണ്ടോ എന്ന് ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്തോ വേണമെന്ന് പറഞ്ഞില്ല. ഇല്ല, ഒറ്റ ഒരാളിന് വേണ്ടി. എൻ്റെ ദൈവം ആരാണ്? അവൻ നിലവിളി കേട്ട് വരുന്നവനായ ദൈവം. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അന്ന് സന്ധ്യ ആയപ്പോൾ യേശു ക്രിസ്തു സന്ധ്യയ്ക്ക് കടൽക്കരയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അക്കരെ നിന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളി കേട്ടു. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ വിടുവിക്കുവാനായിട്ട് വന്നു. ഒരൊറ്റ മനുഷ്യന്റെ നിലവിളി കേട്ട്. നിങ്ങളിൽ ആരെങ്കിലും യേശുവിനോട് നിലവിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലായിരിക്കാം, ജോലിയില്ലായിരിക്കാം, വിസ പ്രോബ്ലം ഉണ്ടായിരിക്കാം, കടഭാരത്തിലായിരിക്കാം, ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിലവിളിക്കാമെങ്കിൽ എൻ്റെ കർത്താവ് വരും. അവൻ ആരെയെങ്കിലും അയക്കും. അവൻ ഏതെങ്കിലും വിധത്തിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും. അവൻ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഗദര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശത്തും മതിലുള്ള എന്നുള്ളതാണ്. വാൾഡ്, WALLED, 4 വശത്തും മതിലുള്ള പട്ടണം. ആ മതിലുള്ള പട്ടണത്തിനകത്തും ഒരു മനുഷ്യന് സുരക്ഷിതനല്ലാതെ ഉണ്ട്. ഈ ലോകത്തിൽ എത്രമാത്രം പണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണമില്ലാത്ത കുറേ പേര് കാണും, ദരിദ്രർ കാണും. അത് കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെ കാണും. യേശു ക്രിസ്തു പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണ് അല്ലേ, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അപ്പം ഏത് രാജ്യം വിചാരിച്ചാലും മൊത്തമായിട്ട് ഗരീബി ഹഠാനി സക്താഹ, ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുവാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ഭിക്ഷക്കാരില്ലാത്ത ചില സ്റ്റേറ്റ് ഉണ്ട്. എവിടെയൊക്കെയാണെന്നറിയാമോ? നാഗാലാൻഡ്, മിസോറാം. കാരണം അത് രണ്ടും 100% ക്രിസ്ത്യാനികളുള്ള ദേശമാണ്. ഇവിടെ 2ഇടത്തും ഭിക്ഷക്കാരില്ല. അമേരിക്ക ചെന്നാലുണ്ട്, ഇംഗ്ലണ്ടിൽ ചെന്നാലുണ്ട്, ജർമ്മനി ചെന്നാലുണ്ട്, എല്ലാ ദേശത്ത് ചെന്നാലും ഭിക്ഷക്കാരെ കാണാം. എന്നാൽ ഈ 2 സ്റ്റേറ്റിലും ഇന്ത്യയിൽ ഭിക്ഷക്കാരില്ല. കാരണം അത് ക്രിസ്ത്യൻ സ്റ്റേറ്റാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ പവർ അവിടെയാണ്. 100% ക്രിസ്ത്യാനികളായപ്പോൾ ദാരിദ്ര്യത്തെ തുടച്ച് മാറ്റി. സ്തോത്രം. ആ പടകിൽ ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ വന്ന് അവനെ എതിരേറ്റു. അശുദ്ധാത്മാവായി എതിരേറ്റത് കേട്ടോ, അല്ലാതെ ആ മനുഷ്യനല്ല, അവനുള്ള അശുദ്ധാത്മാവ്. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. കല്ലറകളിൽ ആരാ താമസിക്കുന്നത്? അത് അശുദ്ധാത്മാക്കളുള്ളവരാണ്. അവിടെ DK ഉണ്ട്. അവിടെ 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 അവിടെ
DK മലയാളം വരുന്നില്ല എനിക്ക്. ഹല്ലേലൂയ. അവിടെ എവിടെയൊക്കെ പിശാചുണ്ടോ അവിടെയെല്ലാം DK ഉണ്ട്. സമാധാനം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, കുടുംബ സമാധാനം നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, അങ്ങനെ പലതും നഷ്ടപ്പെടുന്നു. സഭയിലെ ആളുകളെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പിശാച് എവിടെയെല്ലാം ഉണ്ടോ ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ സാധ്യമല്ലായിരുന്നു. ആർക്കും അല്ലെ? ഒരു പിശാചിന് ഒരു 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 മനുഷ്യനിൽ പിശാച് കയറിയാൽ ഒരിക്കൽ ഞങ്ങൾ പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി കുഞ്ഞുങ്ങൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. മക്കളില്ല, മക്കളെ വേണം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളൊരു ഭൂതം കയറി. 4-5 പേര് പിടിച്ചിട്ടും നിന്നില്ല. പിശാച് കയറി കഴിഞ്ഞാൽ അങ്ങനെ അവള് പിശാചില്ലെങ്കിൽ അവളെ ഒരാൾക്ക് പിടിച്ചു നിർത്താം. ഞാൻ ഈയിടയ്ക്കും കണ്ടു കേട്ടോ, കഴിഞ്ഞ ഒരു ദിവസത്തിലും കണ്ടു. പിശാച് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് 4-5 പേര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല. ഒരു എലിച്ചു പെണ്ണ് പഞ്ചാബിലും അതുപോലെ ആയിരുന്നു. 4-5 പേര് പുരുഷന്മാർ പിടിച്ചിട്ടും സ്ത്രീകൾ പിടിച്ചിട്ടും പിടിയുന്നില്ല. അപ്പൊ ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ഏതൊക്കെയാണ് ചങ്ങല? സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ, ഭാര്യയെ അടിക്കരുതെന്ന് പറഞ്ഞാൽ, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ, മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ചങ്ങലകളൊക്കെ പിശാച് പൊട്ടിച്ചു കളയും. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കുമോ? ഞാൻ ചോദിക്കുകയാണ്, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമോ? ഞാനൊരു തീരുമാനമെടുത്ത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാനൊരു കൊച്ചു കള്ളം പോലും പറയത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച എന്നിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പ്രസംഗിച്ച പ്രസംഗം അന്ന് 3 മണിക്കൂറാണ് പ്രസംഗിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ 2 മണിക്കൂറിനകത്ത് നിർത്താമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിയുന്നത്, അന്ന് ഞാൻ പ്രസംഗിച്ചപ്പം 1.5 മണിക്കൂറേ എടുത്തിട്ടുള്ളായിരുന്നു. എൻ്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയതാണ്. കാരണം അനൗൺസ് ചെയ്തിരുന്നത് 4 മുതൽ 7 വരെ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് 3 കിടന്നു. ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമ ചോദിച്ചെന്നറിയാം, ദൈവത്തോടും മനുഷ്യരോടും. അത്രയും ചെയ്യാനൊക്കത്തുള്ളൂ എന്നെ കൊണ്ട്. ഒരു ചെറിയ കള്ളം പോലും പറയാൻ പാടില്ല. അതുപോലെയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യാൻ പാടില്ല. രാത്രി 2 മണിയായിരിക്കും, അവിടെയൊന്നും ആരും കാണത്തില്ല, ക്യാമറയും ഇല്ല. പക്ഷെ ഞാൻ ഒരിക്കലും റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യത്തില്ല, ഞാൻ അവിടെ നിൽക്കും. നിയമങ്ങൾ നമ്മൾ ഉരച്ച് പൊട്ടിച്ചു കളയാൻ പാടില്ല. സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം, മാതാപിതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം, ചർച്ചിലുള്ളവരുണ്ടാക്കിയിരിക്കുന്ന നിയമം നമ്മൾ പാലിക്കണം. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവന് പോലും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ സ്വഭാവം പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അയാളുടെ സ്വഭാവം പോലും ഇഷ്ടപ്പെടുന്നില്ല. ഈ മനുഷ്യനും അതുപോലെയായിരുന്നു. അവന് പോലും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ സ്വയം നിയന്ത്രിക്കാനൊക്കാത്ത ഒരു സ്വഭാവത്തിനുടമയാണോ? എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാനൊരു മുൻകോപിയായിരുന്നു. വിചാരമുണ്ട്, ആഗ്രഹമുണ്ട് നിയന്ത്രിക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ സാവധാനത്തിൽ പ്രാർത്ഥിച്ച് ഇന്നെനിക്ക് 97-98% വിടുതൽ പ്രാപിച്ചു. എൻ്റെ ബലമായ വിശ്വാസം ഞാൻ മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായിട്ട് വിടുതൽ പ്രാപിക്കും. മറ്റെന്തെങ്കിലും എനിക്ക് ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് മുൻകോപമാണ് എൻ്റെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാവം. നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ? ഫോൺ നോക്കാതെ, മൊബൈൽ ഫോൺ നോക്കാതെ 1 മണിക്കൂർ ഇരിക്കാൻ വെക്കുമോ? അതോ തപ്പാൻ തുടങ്ങുമോ? ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് 120 ചാർമിനാർ സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ അതൊരു അത്ഭുതമാണ്. അങ്ങനെ എളുപ്പം വിടുതൽ കിട്ടത്തില്ല. ഉടനെ തന്നെ എൻ്റെ സിഗരറ്റ് വലിയിൽ നിന്നും കള്ളുകുടിയിൽ നിന്നും എനിക്ക് മോചനം കിട്ടി. എന്നാൽ 6 മാസം കഴിഞ്ഞ് ഞാൻ ഏതോ എഴുതുന്നതായിരിക്കും, അല്ല ഒന്നും എഴുതത്തില്ല, ഞാൻ പട്ടാളത്തിലാണ്. പെട്ടെന്ന് ഞാൻ ഇടത്ത് കൈ കൊണ്ട് തപ്പാൻ തുടങ്ങി. എന്തോ തപ്പിയെന്നറിയോ? സിഗരറ്റും തീപ്പെട്ടിയും തപ്പിയതാണ്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഈ പാപം മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. നിങ്ങൾക്ക് മൊബൈൽ ഒരു ബലഹീനതയാണോ? മുൻകോപം ഒരു ബലഹീനതയാണോ?
വേറെ ഏതെങ്കിലും മൊബൈലിനകത്ത് തന്നെ ഏതെങ്കിലും ചീത്ത പ്രോഗ്രാമുകൾ കാണുന്നത് നിങ്ങൾക്കൊരു ബലഹീനതയാണോ? ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത്, ഒരു പുരുഷനോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയാണോ? മോഷ്ടിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയാണോ? ഏതെങ്കിലും. ഞാൻ ലിലിയായിട്ട് ഇടയ്ക്ക് സംസാരിക്കുകയായിരുന്നു. ചിലർക്ക് മോഷണം അവരുടെ DNA-യിലുണ്ട്. അവരെത്ര നിയന്ത്രിച്ചാലും. ഈ ഇടയ്ക്ക് കഴിഞ്ഞ 3-4-5-6 മാസത്തിന് മുമ്പ് ഡൽഹിയിൽ നിന്നും മലേഷ്യയ്ക്ക് കോലാലംപൂറിന് പോയ ഒരു പ്ലെയിനിനകത്ത് രാത്രി ഒരു മനുഷ്യൻ വേറൊരാളുടെ ബാഗ് തുറന്ന് അതിനകത്തൊന്ന് ജുവലറി എടുക്കുന്നു. പിടിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് അയാൾ നിത്യ തൊഴിലായിരുന്നു. വലിയ ബിസിനസ്സുകാരൻ, ടോപ്പ് ലെവൽ ബിസിനസ്സുകാരൻ. പണം ഇല്ലാഞ്ഞിട്ടല്ല, മോഷണം അയാളുടെ രക്തത്തിനകത്തുണ്ട്. കൈക്കൂലി വാങ്ങിക്കുന്നത്, കോടീശ്വരനായിട്ടും പിന്നെയും വാങ്ങിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? യേശുവിനോട് പ്രാർത്ഥിക്കാമെങ്കിൽ പെട്ടെന്ന് ലഭിച്ചില്ല എങ്കിലും സാവധാനത്തിലാണെങ്കിൽ ലഭിക്കും എന്ന എൻ്റെ മുൻകോപത്തിൽ നിന്ന് വിടുതൽ തന്നവനായ യേശുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ രാവും പകലും, ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ തന്നെത്താൻ ചതച്ചു വന്നു. നിങ്ങളെ തന്നെ ദോഷം ചെയ്ത മനുഷ്യനാണോ? ചിലർ നെഞ്ചത്തിടിക്കുന്നവരുണ്ട്. ഒരിക്കൽ ലില്ലി നെഞ്ചത്തിടിച്ചപ്പോൾ പണ്ട് കേട്ടോ, കല്യാണം കഴിപ്പിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചെ നിനക്ക് ഇടിക്കാൻ അറിഞ്ഞൂടെ, ഇങ്ങോട്ട് മാറിയില്ല, ഞാൻ ഇടിച്ചു തരാം. നിങ്ങൾ നെഞ്ചത്തിടിക്കാറുണ്ടോ? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ദോഷം ചെയ്യാറുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ദോഷം ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അപമാനം ചെയ്യുന്നാറുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് നല്ലതെന്ന് സിഗരറ്റ് പാക്കിൽ എഴുതിയിട്ടുണ്ട്. ചില ആശുപത്രിയുടെ മേളിൽ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ഡോക്ടർ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലേ? ഏതെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ദോഷം ചെയ്യുന്നുണ്ടോ? ചിലർ ചർച്ചിനകത്ത് ബഹളം ഉണ്ടാക്കുന്നവരാണ്. ആർക്കാ ദ്രോഹം ചെയ്യുന്നേ? നിങ്ങൾക്കാ ദോഷം ചെയ്യുന്നേ. ഒരിക്കലും ഒരു മനുഷ്യൻ എൻ്റെ ഒക്കെ പറഞ്ഞു, അയാളുടെ മോള് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കത്തില്ല, അയാളെ ഒത്തിരി വേദനിപ്പിക്കുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ എൻ്റെ മോളെ നോക്കേണ്ടി പോലെ നോക്കിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ അവിടെ എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ ആ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പാർക്കിലൂടെ നടക്കാൻ പോയി. എനിക്ക് പോകാനുള്ള അവകാശം ഉണ്ടായിട്ടാണ് കേട്ടോ, അപ്പൻ്റെ അനുവാദമുണ്ട്. എൻ്റെ മോളെ കൂടെ പഠിച്ച കൊച്ചാണ്. അപ്പോൾ എനിക്ക് മോളെ പോലാണ്. അന്ന് അവൾ 10-ലോ 11-ലോ കണ്ട. ഞാൻ അവിടെ ചെന്ന് വെച്ച് ചോദിച്ചു, എന്താ കാര്യം? അവൾ എൻ്റെ ഒക്കെ പറഞ്ഞത് കേട്ടാട്ടെ, എൻ്റെ അപ്പനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അവൾ ചെയ്തു. അവളുടെ കുടുംബത്തിന് ചേരാത്ത, അവളുടെ വിദ്യാഭ്യാസത്തിന് ചേരാത്ത, അവൾ MA കാരിയാണ്. 12ാം ക്ലാസ് തോറ്റുപോയ ഒരുത്തിനെ കല്യാണം കഴിച്ചു. അവസാനം ചൂലെടുത്ത് അടിച്ചിറക്കി. അവൾ വിചാരിച്ചത് അപ്പനെ ദ്രോഹിക്കുന്നെന്നാ വിചാരിച്ചത്, നോവിക്കുന്നെന്നാ വിചാരിച്ചത്. അല്ല, അവളെ സ്വയം നോവിക്കുകയായിരുന്നു. എനിക്കറിയാം വേറൊരാള് ഭാര്യയെ വേദനിപ്പിക്കുന്നത്, പക്ഷെ അയാളാണ് സ്വയം വേദനിക്കുന്നത്. നിങ്ങൾ ഈ കൂട്ടത്തിലാകരുത്. അവൻ ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് അവനെ തന്നെ നോവിച്ചും കൊണ്ട് നടന്നു, ചതച്ചും പോന്നു. നിങ്ങൾ ജീവിതം ചതയ്ക്കരുത്. നിങ്ങളുടെ ഭാവി ചതയ്ക്കരുത്. നിങ്ങളുടെ മകളുടെ ഭാവി ചതയ്ക്കരുത്. നിങ്ങളുടെ മരുമകളുടെ ഭാവി ചതയ്ക്കരുത്. നിങ്ങളുടെ സമ്പത്ത് ചതച്ച് കളയരുത് കേട്ടോ. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു പറഞ്ഞു. ഇത് അവനല്ല പറഞ്ഞത് കേട്ടോ, അവനുള്ള പിശാചാണ്. പിശാചിനും യേശുവിനെ അറിയാം. അവൻ നിലവിളിച്ചു. എന്താ നിലവിളിച്ചത്? അവൻ ഉറക്ക നിലവിളിച്ചാ പറഞ്ഞത്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഹല്ലേലൂയ പറഞ്ഞെന്ന് വിചാരിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കരുത്. കുരിശു വരച്ചെന്ന് വിചാരിച്ച ഒരാൾ ഭക്തനാണെന്ന് വിചാരിക്കരുത്. ഞാൻ അനുഭവത്തിൽ എന്ന് പറയുകയാണ്. ഞാൻ ആ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് നിരീശ്വരവാദിയായിരിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ബസ്സിനകത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ കുരിശ് കാണുമ്പം കുരിശ് മൂട് കാണുമ്പോൾ കുരിശ് വരയ്ക്കുമായിരുന്നു. പള്ളി കാണുമ്പം കുരിശ് വരയ്ക്കുമായിരുന്നു. എന്തിനാ? അനുഗ്രഹം കിട്ടാൻ. ഭക്തി ഉണ്ടായിട്ടൊന്നും അല്ല, രക്ഷിക്കപ്പെട്ടിട്ടല്ല. അതുകൊണ്ട് ഒരാൾ ഹല്ലേലൂയ ഉറക്ക പറഞ്ഞാൽ, ഒരാൾ സ്തോത്രം സ്തോത്രം എന്ന് ഉറക്ക പറഞ്ഞാൽ, ഒരാൾ ഉറക്ക നിലവിളിച്ചാൽ അയാൾ രക്ഷിക്കപ്പെട്ടതായിരിക്കണമെന്നില്ല. എനിക്കറിയാം ഒരു കള്ളുകുടിയൻ അവരുടെ പള്ളിയിലെ പെരുന്നാളിന് കുറച്ച് കുടിച്ചിട്ട് എനിക്കറിയാവുന്ന, അടുത്തറിയാവുന്ന ഒരാൾ, ഇപ്പോഴല്ല പണ്ടറിയാമായിരുന്നു, ആളിപ്പോഴില്ല, മരിച്ചുപോയിട്ട് കുറേ വർഷങ്ങളായി.
അവരുടെ പള്ളിയിൽ പെരുന്നാൾ വരുന്നുടനെ അയാൾ ആ പാട്ട് പാടാൻ മുമ്പിൽ നിൽക്കുന്നേ അല്ലേ. ഞാനൊരിക്കൽ കാദിയാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു കാശ്മീരിലാണ് വന്ന് മരിച്ചെന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായമുണ്ട്, അഹമ്മദിയ. അവരുടെ ഹെഡ്ക്വാർട്ടറാണ് കാദിയാൻ, പഞ്ചാബിലാണ്, ഇന്ത്യയിലെ പഞ്ചാബിലാണ്. അപ്പം ഞാൻ അവിടെ ട്രാക്ട് കൊടുക്കാൻ പോകും. അവിടെ ട്രാക്ട് കൊടുക്കാൻ പോയി അവരെ അടിക്കത്തില്ല, അങ്ങനെ അവർക്ക് അങ്ങോട്ട് ഗുണമുണ്ട്. അവർ നിങ്ങളുടെയൊക്കെ വാദിക്കത്തേ ഉള്ളൂ, നിങ്ങളെ അടിക്കത്തില്ല, നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പെരുന്നാളിന്, ഡിസംബർ മാസത്തിൽ 3 ദിവസത്തെ പെരുന്നാളുണ്ട്, ആ പെരുന്നാളിന് ഞാൻ ട്രാക്ട് കൊടുക്കാൻ പോകും. അപ്പം ഞാൻ അറിഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയി അറിഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ടെന്ന്. അപ്പം ഞാൻ വെച്ചിരുന്ന പള്ളിയിൽ പോയി സുവിശേഷം പറയാം. ഞാനുള്ള കുറച്ച് ക്രിസ്ത്യാനികളെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഞാനൊരു പാസ്റ്ററാണ്, പഞ്ചാബിൽ പത്താംകോട്ടിൽ നിന്ന് വന്നാണ്, വളരെ അടുത്താണ്, അതുകൊണ്ട് വരണം. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൂടെ കൂടി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം 2 ചെറുപ്പക്കാർ പറഞ്ഞു, 2-3 ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾ പാടിക്കാട്ടെ, മൈക്കൊന്നുമില്ല. അപ്പോൾ അവർ പാടി തോബാക്കർ, അരെ തോബാക്കർ, അരെ തോബ 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 തോബാക്കർ. പഞ്ചാബി പാട്ടാണ് കേട്ടോ, കവാളി എന്ന് പറയും. നല്ല ഒന്നാന്തരം പാട്ടായിരുന്നു. ഓ, എന്തൊരു സുന്ദരമായിരുന്നു. ഞാൻ മാനസാന്തരം പ്രസംഗിച്ചു, ആരും രക്ഷിക്കപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നാളെയും മീറ്റിംഗ് ഉണ്ട്, ഞാൻ 2 ദിവസത്തേക്ക് വന്നതാണ്, 3 ദിവസത്തെ അവരുടെ കൺവെൻഷനാണ്. രണ്ടാമത്തെ ദിവസം ഈ 2 ചെറുപ്പക്കാർ വന്നിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു പാടിക്കേ. അവർ പറഞ്ഞു കേൾക്കണോ, സൂക്ക സൂക്ക ഹം നെയ്യും ഗാസക്ത എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാതെ ഞങ്ങളെ കൊണ്ട് പാടാനൊക്കത്തില്ലെന്ന്. എൻ്റെ ദൈവമേ, തലേന്ന് പാടിയ പാട്ട് എന്തുവാ? അത് തോബാക്കർ, മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടുന്ന കള്ളു കുടിച്ചു വെച്ചാ. അപ്പോൾ ഉറക്കം നിലവിളിച്ചെന്ന് വിചാരിച്ചോ, സ്തോത്രം പറഞ്ഞെന്ന് വിചാരിച്ചോ നിങ്ങളിൽ ആരെങ്കിലും, അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട അല്ലെന്നാണ് കേട്ടോ. ആകണമെന്നില്ല, അങ്ങനെ പറയട്ടെ, കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആകണമെന്നില്ല. അവൻ ഉറക്ക വിളിച്ചു, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു ബന്ധവും ഇല്ലെന്ന് ചോദ്യം ചോദിക്കുക. നിങ്ങൾ യേശുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പേര് വർഗീസ് ഞാൻ ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേര് എന്തോ ഒരു നല്ല പേര് പറയാം, കർത്താവേ മറിയാമ്മയെന്നാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്. യേശു നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പപ്പ നാട്ടിൽ ചില പണമുള്ള വ്യക്തിയായിരുന്നു, അവിടെ എല്ലാവരും പപ്പായെ പപ്പ എന്നാണ് വിളിച്ചത്. നാട്ടുകാരും വിളിച്ചത് പപ്പ എന്നാണ്, പള്ളിക്കാരും വിളിച്ചത് പപ്പ എന്നാണ്. പപ്പ അസംബ്ലീസ് ബോർഡിലായിരുന്നു അവസാനം. അവിടുത്തെ കൺവെൻഷൻ ചെല്ലുമ്പോഴും സാക്ഷ്യം പറയാൻ നിൽക്കുന്നതും പാണിയത്തെ പാപ്പി സാറ് സാക്ഷ്യം പറഞ്ഞാട്ടെന്ന് പറയും. അന്നേരം വിളിക്കുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. തോട്ടത്തിൽ പാപ്പി സാർ പപ്പ, എല്ലാവരും പപ്പ എന്ന് വിളിച്ചു. ചിലർ പപ്പാപ്പച്ച എന്ന് വിളിച്ചു. പക്ഷെ പപ്പ മരിക്കുന്ന സമയത്ത് സ്വത്ത് എഴുതി കൊടുത്തപ്പോൾ അവർക്ക് ആർക്കും കൊടുത്തില്ല. അവർ വിളിച്ചത് വെറുതെയായി. എഴുതി കൊടുത്തത് മക്കൾക്ക് മാത്രമാണ്. അപ്പോൾ അവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും. എങ്ങനെ ബന്ധം ഉണ്ടായി? ഇന്ന് നിങ്ങൾക്ക് യേശുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഈ മനുഷ്യൻ, ഭൂതം പിടിച്ച മനുഷ്യൻ നിലവിളിച്ചെങ്കിലും അവന് ബന്ധമില്ലായിരുന്നു. അവൻ പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമില്ലായിരുന്നു. ദൈവത്താണ് കണ്ടോ, ദൈവത്താൽ ആണയിട്ട് പറയുകയാണ്, എന്നെ ദണ്ഡിപ്പിക്കരുത്. അവനറിയാമായിരുന്നു അവനെ ദണ്ഡിപ്പിക്കാൻ യേശുവിന് അധികാരമുണ്ട്. അവൻ്റെ പേടി അവനെ നരകത്തിലോട്ട് അയക്കുമെന്നാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നീ ഒരു മാന്യനാണ്, നിനക്കൊരു സമയമുണ്ട്, ആ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുതേ. വേറൊരിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഭൂതം പറയുന്നുണ്ട്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു ജെന്റിൽമാനാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളും ഒരു ജെന്റിൽമാൻ ആയിരിക്കണം, ഞാനും ഒരു ജെന്റിൽമാൻ ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ, കൊട്ടാരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഓഫീസിൽ ഏകദേശം പണ്ട് ഞാനിപ്പോൾ എൻ്റെ സംഘടനയുടെ ലീഡറല്ല, അതൊക്കെ ഞാൻ വേറൊരാൾക്ക് കൊടുത്തും വെച്ചപ്പോൾ ഞാൻ നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ് ഇന്ത്യയുടെ ഗ്രാമത്തിൽ. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അടുത്ത ആഴ്ച യാത്ര ചെയ്യും. ഏപ്രിൽ 1 വരെ ഇന്ത്യയുടെ ഗ്രാമത്തിലായിരിക്കും. ആൾറെഡി ആയിരിക്കും അമേരിക്കയിലാണെന്നില്ല, വിദേശത്തേക്ക് പോകുന്നില്ല, ഇന്ത്യയിലെ ഗ്രാമത്തിലെല്ലാം ചെയ്യുക. കുറച്ച് നാളുകൂടെ എല്ലാം ഉള്ള ജീവിതം. ഇപ്പം എനിക്ക് 83 വയസ്സായി. 120 വയസ്സ് വരെ ഒരാൾക്ക് ജീവിച്ചിരിക്കാമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുകയാണ്, കർത്താവെ 120 കഴിഞ്ഞു പോകണം. കാരണം എനിക്ക് പ്രസംഗിച്ച് മതിയായിട്ടില്ല, പ്രസംഗിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ 6 ലക്ഷം ഗ്രാമമുണ്ട് ഇന്ത്യയിൽ. 50 ലക്ഷം ഗ്രാമങ്ങളിൽ മാത്രമേ ഒരു സുവിശേഷ പ്രസംഗകനുള്ളൂ, ഒരു വിശ്വാസിയുള്ളൂ. 5.5 ലക്ഷം ഗ്രാമത്തിൽ ഒരു വിശ്വാസിയില്ല. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം, വെളിയിലെങ്ങും പോകുന്നില്ല, വിദേശത്തെങ്ങും പോകുന്നില്ല, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം പോകണം. ഞാൻ
മാർച്ച് മാസം 1-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് യാത്ര ചെയ്ത് കാശ്മീരിലെ ശ്രീനഗർ വരെ യാത്ര ചെയ്യും. ഓരോ 50 കിലോമീറ്ററും കഴിയുമ്പോൾ വണ്ടി നിർത്തി ഒരു മിനി ബസ്സിനകത്താണ് പോകുന്നത്. ഒരാൾ ഒരു മിനി ബസ് 1.5 മാസത്തേക്ക് തരാമെന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന്, മനോമോഹൻ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾ 7 പേരുണ്ട്. ഞാനല്ലേ വേറെ 5 പേര്. ഓരോ 50 കിലോമീറ്ററും കഴിയുമ്പോഴും ഞാൻ മൈക്കെടുത്ത് സുവിശേഷം പ്രസംഗിക്കും. അതാത് ഭാഷകളിൽ. എനിക്ക് 3-4 ഭാഷ അറിയാം. ഹിന്ദിയിൽ പറയാം, മറ്റേയിടത്ത് ഇംഗ്ലീഷിൽ പറയാം. എന്നിട്ട് അതാത് ഭാഷകളിൽ ഞാൻ പുസ്തകം വിതരണം ചെയ്യും. ഞാനൊരു പുസ്തകം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ താക്കോല് പോലുള്ള ഒരു പുസ്തകം, മോക്ഷം കിട്ടുന്നതെന്ന് പറയുന്ന വേറൊരു പുസ്തകം. 2 പുസ്തകം, ഒരു വശത്തൊന്ന് ഒരു വശത്തൊന്ന്. അത് വിതരണം ചെയ്യും അതാത് ഭാഷകളിൽ. മലയാളം, തമിഴ്, കന്നഡം, തെലുങ്ക്, മറാഠി, ഹിന്ദി, പഞ്ചാബി, ഉറുദു. എന്തിനാ ഈ പ്രായത്തിൽ എന്തിനാ പോകുന്നത്? ആരെങ്കിലും പോകണ്ടായോ? എല്ലാവരും അങ്ങ് ജർമ്മനിയിൽ പോയാൽ മതിയോ? എല്ലാവരും അങ്ങ് അമേരിക്കയിൽ പോയാൽ മതിയോ? എല്ലാവരും കുമ്പനാടും തിരുവല്ലായിലും മറന്ന് പ്രസംഗിച്ചാൽ മതിയോ? ആരെങ്കിലും പോകണ്ടായോ? ഞാൻ ആത്മഭാരം കൊണ്ട് പറയുകയാണ്, കുറ്റബോധം കൊണ്ട് പറയുകയല്ല. ഇല്ല, എനിക്ക് കേരളത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട വരെ ഒന്ന് യാത്ര ചെയ്താണ്ട് ഓരോ 5 കിലോമീറ്റർ കഴിയുമ്പോഴും ഒരു പെന്തിക്കോസ്ത് സഭ കാണാം. എഴുതിത്തരാം ഞാൻ. ഓരോ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടും വടക്കേ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനി ഇല്ലാത്ത 5.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്, ഡിസ്ട്രിക്റ്റുകളുണ്ട്. എന്താ കാര്യം? നമ്മൾ പോയില്ല, നമ്മുടെ മക്കളെ അയച്ചില്ല. നമ്മൾ പോണം, നമ്മുടെ മക്കളെ അയക്കണം, പോയിരിക്കുന്നവരെ സഹായിക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ വിഷയത്തിൽ നിന്ന് വെളിയിലാണ്, എൻ്റെ മനസ്സിനകത്ത് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല. നിങ്ങളെല്ലാവരും ദശാംശം കൊടുക്കുന്നവരാണോ? സ്തോത്രം. പക്ഷെ അത് കൂടാതെ 1% സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കണം. എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, തന്നാ വാങ്ങിക്കും. പക്ഷെ ആർക്കെങ്കിലും കൊടുക്കണം. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കണം. മുമ്പോട്ട് പോകാം, വിഷയത്തിലേക്ക് വരാം. ഹല്ലേലൂയ. എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. യേശു കൽപ്പിച്ചു, നമ്മളും കൽപ്പിക്കണം. അങ്ങ് പോകാമോ എന്ന് ചോദിക്കല്ല, കൽപ്പിക്കണം, ഉറക്കെ പറയണം. ഞാനിങ്ങനെ ആളുകൾക്ക് പറയാറുണ്ട്, നിങ്ങൾക്കൊരു ദുശ്ചിന്ത വരുന്ന ഒരു ബലഹീനതയുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ പറ്റി ചിന്തിക്കുന്നു, ഒരു പുരുഷനെ പറ്റി ചിന്തിക്കുന്നു, ഒരു ദുശ്ചിന്ത വരുന്നു. എൻ്റെ ഏലിയാവെന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആ ദുഷ്ടാത്മാവിനെ ഭത്സിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കെ അങ്ങ് പറയണമെന്നല്ല, വിളിച്ചു പറയണമെന്നല്ല പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കോപശാശം ഭത്സിക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും, വീണ്ടും ഭത്സിക്കണം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരും, പിന്നെയും ഭത്സിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും, അതിൻ്റെ സമയപരിധിയും കുറഞ്ഞു വരും. ഉറക്കെ പറയണം, രോഗത്തോട് പറയണം. പിശാചിന് പറഞ്ഞാൽ കേൾക്കാനൊക്കെ. യേശു മരത്തോട് പറഞ്ഞപ്പോൾ കേട്ടു, കടലിനോട് പറഞ്ഞപ്പോൾ കേട്ടു, കാറ്റിനോട് പറഞ്ഞപ്പോൾ കേട്ടു. ദുഷ്ടാത്മാവിനോട് പറഞ്ഞാലും കേൾക്കണം. മനുഷ്യന് 3 ശത്രുക്കൾ. 1-ാമത്തെ ശത്രു ദുഷ്ടാത്മാവ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭാര്യ അടിക്കുന്നത്? എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് കള്ളം പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ ദുഷ്ടാത്മാവിൻ്റെ ശക്തിയാണ്. ഞാൻ ഒത്തിരി സിഗരറ്റ് വലിക്കുന്ന മനുഷ്യനായിരുന്നു. 120 ചാർമിനാർ സിഗരറ്റ് ഒരു ദിവസം വലിക്കുമായിരുന്നു. പക്ഷേ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സിഗരറ്റ് വലി മാറി. പക്ഷെ പിന്നെയും സിഗരറ്റ് വലിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, പിശാചേ, നിങ്ങളും പറയണം. യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അതിന് കേൾക്കാനൊക്കും. അതാ കടൽ കേട്ടു, മരം കേട്ടു, പിശാചിനോട് പറയണം. നിങ്ങളുടെ ബലഹീനതയുടെ പേര് പറഞ്ഞു വെച്ച് ആ ബലഹീനതയുടെ ദുഷ്ടാത്മാവിനെ എന്നെ വിട്ടുപോകുക എന്ന് പറയണം. അപ്പോൾ അവൻ ചോദിച്ചു, 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചനെ. എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞാൽ, ലഗിയോൻ എന്ന് പറഞ്ഞാൽ ലഗിയോൻ, ഒരു ലീജൻഡ് എന്ന് പറഞ്ഞാൽ 6000 ഭൂതങ്ങളാ. ഒരു ഭൂതം ഉള്ളവൻ്റെ കാര്യം കഷ്ടമാണ്. 6000 ഭൂതം ഉണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടമായിരിക്കും. അവൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ തന്നെത്താനെ നിയന്ത്രിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല.
അവൻ്റെ ദുസ്വഭാവങ്ങളുടെ അവൻ 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 ബാക്കിയുള്ളവർക്കും അതിനെ കൂടെ നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ അവൻ അവിടെ യേശു അവനെ തേടി വന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിക്കാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. എന്നെ നാട്ടിൽ നിന്ന് വിടരുതേ, ഈ നാട്ടിൽ തന്നെ നിൽക്കണം. പിശാചിനൊരു ടെറിറ്ററി ഉണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ പപ്പ എന്നെയും കൊണ്ട്, ഞാൻ പഴയായിട്ട് നടക്കുന്നു, പഠിക്കുന്നില്ല, അതുകൊണ്ട് എന്നെയും കൊണ്ട് ഒരു നമ്പൂതിരിയുടെ മന്ത്രവാദത്തിന് പോയിരുന്നു. ആ നമ്പൂതിരി പറഞ്ഞു, അവരയക്കുന്ന പിശാചിനെല്ലാം ഒരു ടെറിറ്ററി ഉണ്ടെന്ന്. പോട്ടെ, അത് അത്രയും മനസ്സിൽ കിടന്നാൽ മതി. പിശാചിനൊരു ടെറിറ്ററി ഉണ്ട്. ആ ടെറിറ്ററി വിട്ടു പോകാനൊക്കത്തില്ല. എനിക്ക് വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഏതെങ്കിലും ഒരു പിശാചുണ്ടെങ്കിൽ അതൊരു ടെറിറ്ററിക്കകത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ ടെറിറ്ററി, നിങ്ങളുടെ വീടിനകത്ത് ഒരു ടെറിറ്ററി. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ടെറിറ്ററിയിലേക്ക് കയറി വരാൻ അവന് സാധ്യമല്ല. ഹല്ലേലൂയ. എന്നിട്ട് ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. പന്നികളിലേക്ക് പോകാൻ പല വിധത്തിലുള്ള ദുഷ്ടാത്മാക്കളുണ്ട്. പറന്നു നടക്കുന്ന ദുഷ്ടാത്മാവുണ്ട്. ആരെങ്കിലും അകത്ത് കയറിയിട്ട് അവരിലൂടെ പാരകത്തുള്ളൂ. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക്, അവിടുന്ന് വേറൊരു മനുഷ്യനിലേക്ക്, അവിടെ നിന്ന് വേറൊരു മൃഗത്തിലേക്ക്, അതിനകത്തൊക്കെ പോകാനൊക്കെ. അപ്പൊ ഈ ദുഷ്ടാത്മാവ് ഒരു മനുഷ്യനിൽ ഒരു ജീവിയിൽ നിന്നും വേറൊരു ജീവിയിലേക്ക് പോകുന്ന ദുഷ്ടാത്മാവാണ്. 6000 ദുഷ്ടാത്മാവ്. അവ പറഞ്ഞു, ഞങ്ങളെ വിടരുതേ, എന്നാൽ ഞങ്ങൾ ആ പന്നികളിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ വേറെ പശുക്കളും കാണത്തില്ലായിരുന്നു. അല്ല, വേറെ ഈ പന്നികളെ മേയ്ക്കുന്നവരും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് കുറച്ചുകൂടി ഇഷ്ടം പന്നികളെയാണ്. എന്താ കാര്യം? പന്നികള് എപ്പോഴും കച്ചട തിന്നുന്നതാണ്, അളിഞ്ഞതെല്ലാം തിന്നുന്നതാണ്. പന്നി ഒരിക്കലും ആകാശത്തേക്ക് നോക്കാത്തതാണ്. ബാക്കി മൃഗങ്ങളൊക്കെ ആകാശത്ത് നോക്കിയാലും പന്നി ചാവുമ്പോൾ മാത്രമേ ആകാശത്ത്, ഒരിക്കൽ ദൈവത്തെ വിളിക്കുന്നില്ലെന്ന് ഒരു ഫലിത രൂപത്തിൽ പറയുകയാണ്. ഞാനും നീയും പന്നിയാകരുത്. പന്നിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. പന്നിയുടെ സ്പിരിറ്റ് ഉണ്ട്. ആ പന്നിയുടെ സ്പിരിറ്റ് എന്താണ്? എപ്പോഴും അളിഞ്ഞതൊക്കെ തിന്നുക. ഞങ്ങളുടെ കൂടെ ഒരാൾ സുവിശേഷ വിലയ്ക്ക് വന്നു. അസാധാരണമായ വെള്ള വസ്ത്രമേ ധരിക്കത്തുള്ളായിരുന്നു. അസാധാരണമായ വെള്ള വസ്ത്രം. നല്ലപോലെ ആള് കറുത്തതൂടാണ്. അപ്പൊ വെള്ള വസ്ത്രത്തിനകത്ത് ആ മനുഷ്യൻ ഒരു വലിയ മാന്യനായിട്ട് തോന്നു. പക്ഷെ അദ്ദേഹം വാ തുറന്നാൽ അസഭ്യത്തിന്റെ ഫലിതമേ പറയത്തുള്ളൂ. അസഭ്യം പറയത്തില്ല, അസഭ്യത്തിന്റെ ഫലിതം. അത് കേട്ട എല്ലാവരും അങ്ങ് ചിരിച്ചു പോകും. ഞങ്ങൾ പിരിച്ചു വിട്ടു. എന്താ കാര്യം? എനിക്കറിയാം അവന്റെ മനസ്സിനകത്ത് കിടക്കുന്നത് ഒക്കെ അസഭ്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പന്നിയുടെ സ്പിരിറ്റിനകത്താകരുത്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളുടെ സ്പിരിറ്റിനകത്തായി തീരണം. അവൻ അപേക്ഷിച്ചു, പന്നികൾ കടക്കേണ്ടത് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികൾ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തുള്ള കടലിലേക്ക് പാഞ്ഞ് വേർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചു വേദി പോയാന് പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ കണ്ടോ, അത് കഴിഞ്ഞ ഉടനെ തിരിച്ചു വരികയാണ്. ഒരുത്തന് വേണ്ടി പോയി, നിലവിളിക്കുന്ന ഒരുത്തന് വേണ്ടി പോയി. ഞാനും നീയും നിലവിളിക്കണം. നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ നിലവിളിക്കണം. യേശുവിനോട് വിളിക്കണം. യേശു വരും. അവൻ നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും സഹായിക്കും. ഡെഫിനറ്റ്ലി ഹി വിൽ ഹെൽപ്പ് us. I know. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പച്ചനാണ് ഞാൻ, മകനാണെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കാര്യം സാധിച്ചു തന്നിട്ടുണ്ട്. അവൻ ഒരുത്തനെ സഹായിച്ചിട്ട് ഉടനെ തന്നെ പടക് കയറി തിരിച്ചു പോരാനായിട്ട് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ. അവൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ഇത്രയും വലിയ വിടുതൽ തന്നതല്ലയോ, ഈ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. ഞങ്ങളുടെ കൂടെ സംസാർ ചെന്നും പറഞ്ഞ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവൻ 7 വയസ്സുള്ളപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. പർവ്വതത്തിലാണ് കേട്ടോ, പല പർവ്വതങ്ങൾ കയറി ഇറങ്ങി അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവൻ്റെ അപ്പൻ ഒരു കാളയും
മറ്റേ വശത്ത് വേറെ ഒരു കാള ഇല്ലാഞ്ഞിട്ട് അവൻ്റെ അപ്പനും കൂടെ നിലം പൂട്ടുകയാണ്. അവൻ്റെ അമ്മയാണ് നുകം പിടിച്ചു കൊടുക്കുന്നത്. ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ. ഞാനന്ന് അവിടെ താമസിച്ചു, അനുവാദം ചോദിച്ചിട്ട് താമസിച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയിൽ ഭൂതം കയറി. ഞാൻ ആ ഭൂതത്തോട് പറഞ്ഞു വിട്ടുപോകാൻ പറഞ്ഞു. അവൾ പറഞ്ഞു പോകത്തില്ല, ഇത് എൻ്റെ ഭർത്താവ് എന്നെ ഈ പിശാചിന് വിവാഹം കൊടുത്തിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു പിശാചുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ബാക്കിയുള്ളതൊക്കെ നശിപ്പിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കോഴി ചാവും, കൃഷി നശിക്കും. അവിടെ വേറെ പെൺകുട്ടികൾ ആരുമില്ല. മന്ത്രം ചെയ്യാനായിട്ട് അവർ കാളെ വിറ്റ് വേറെ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് അയാളുടെ ഭാര്യയെ കൊടുത്തിരിക്കും. 6 മാസത്തിനകത്ത് അവർ ചത്തുപോകും. അവർ ക്ഷീണിച്ച് ചത്തുപോകും. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. ആ പിശാചങ്ങ് പോയി. പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് കക്കൂസി പോകണം, വെളിയാണ്, പർവ്വതമാണ്, എവിടെയും പോകാം. നമ്മുടെ ഇന്ത്യയിൽ അങ്ങോട്ട് ഗുണമുണ്ട്, എല്ലായിടവും ടോയ്ലറ്റാണ്. അപ്പോൾ അവൾ ടോയ്ലറ്റിനകത്ത് പോയി, മോനെയും കൊണ്ടാണ് പോയത്. അവിടെ ഒന്നും വിളക്കൊന്നുമില്ല. ഷീഡെന്ന് പറഞ്ഞു, പൈനെന്ന് പറഞ്ഞൊരു മരമുണ്ട്. അതിൻ്റെ കമ്പുകളൊക്കെ ഇതുപോലൊക്കെ ചീകി ഒന്നിച്ച് കെട്ടിയിരിക്കുക, ചൂട്ട് പോലെ. അതും കത്തിച്ചോണ്ടാ പോകുന്നത്. അത് കത്തി വെളിയിലോട്ട് പോയി. പക്ഷെ കഴിഞ്ഞ നിലവിളിച്ചു. അപ്പൊ ഞാൻ എടുക്ക പറഞ്ഞു, നാടെ ആൾ പിശാച് തട്ടിയതായിരിക്കും നിന്റെ ഭാര്യയെ. അയാൾ ചെന്ന് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു, ഉപദേശി വന്നാട്ടെ, പാതിരി വാ. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു അരത്തൊട്ടി പരിപ്പ് കറി എടുത്തൊഴിച്ചതുപോലെ അവിടെ മലം കിടക്കുകയാണ്. അതിനകത്ത് ഇതുപോലുള്ള ഞണ്ട് ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നു. അത് അനങ്ങി ചെറുതായി ഒരു ബട്ടൻ്റെ അത്രയായി, ഒരു 10-30 എണ്ണം. ഈ 7 വയസ്സുള്ള മകൻ പറഞ്ഞു, മമ്മി ചുടുക്കാരപ്പായ മമ്മിയുടെ ആ പിശാചിലങ്ങ് വിട്ടുപോയി, വിഷമിക്കണ്ട, ഇനിയും മമ്മിക്ക് അസുഖമൊന്നുമില്ല. 13 വയസ്സുള്ളപ്പോൾ എൻ്റെ അടുക്ക വന്നു. എന്നൊക്കെ പറഞ്ഞു, എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു, പോയി പഠിക്കുക. പറഞ്ഞ് ഞങ്ങളുടെ അവിടെ സ്കൂളില്ല, 3 പർവ്വതം കയറി ചെല്ലുമ്പോൾ സ്കൂളുണ്ട്. എനിക്കൊരു യൂണിഫോം വാങ്ങിച്ചു തരണം. എനിക്ക് വാങ്ങിക്കാൻ പൈസയില്ല. യൂണിഫോം എന്താണ്? കാക്കി കളറിൻ്റെ പൈജാമയും കാക്കി കളറിൻ്റെ ഒരു ഷർട്ടും സ്ലേറ്റും പുസ്തകവും. പാവങ്ങളാണ്. ഞാനതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവൻ 1-ാം ക്ലാസ് പഠിച്ചു, 2-ാം ക്ലാസ് പഠിച്ചു, 3-ാം ക്ലാസ് പഠിച്ചു. ആ 3-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുക്ക വന്നു. അന്ന് അവന് 16 വയസ്സായി. എൻ്റെ ഒക്കെ പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വരുമോ? ഞാൻ പറഞ്ഞിട്ടാ കുഞ്ഞെ, ഇവിടെ ഇച്ചിരി എഴുതാനും വായിക്കാൻ. ഇല്ല, ഞാൻ പഠിച്ചോളാം, വിഷമിക്കണ്ട. ഞാൻ എന്തായാലും അവനെ ബൈബിൾ സ്കൂൾ പഠിപ്പിച്ചു. 10 മാസത്തെ ബൈബിൾ സ്കൂൾ പഠിപ്പിച്ചു. ഇന്ന് അവൻ എൻ്റെ 22 സഭയുടെ സെൻട്രൽ പാസ്റ്ററാണ്. നിങ്ങൾ വരാമെങ്കിൽ ഞാൻ കാണിക്കാം. അവൻ്റെ 22 സഭയിൽ 10-15 സഭയെ ഞാൻ കൊണ്ടുപോകാം. ബാക്കിയെടുത്ത് നടക്കാൻ ഒത്തിരി ദൂരമാണ്. ഞാൻ കൊണ്ടുപോകാം. ഇപ്പം അവിടെ റോഡുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തമായിട്ട് വണ്ടിയെ പോകണമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കർത്താവ് ആരാണെന്നറിയാമോ? അവൻ വിടുതൽ തരുന്നവനാണ്. നിന്റെ പ്രശ്നം എത്ര വലുതായിരുന്നാലും ശരി, ദുഷ്ടാത്മ ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വിടുവിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെയും നിന്നോട് കരുണ കാണിക്കും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. അവൻ അവൻ്റെ നാട്ടിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞു. അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞ് ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞു യേശുവിൻ്റെ കഥ. പോയാട്ടെ. അവർക്ക് വലുത് പന്നിയേക്കാൾ, ഒരു ആത്മാവിൻ്റെ രക്ഷയേക്കാൾ വലുത് പന്നിയായിരുന്നു. നിങ്ങൾക്ക് ഏതാ വലുത്? ആത്മാവിൻ്റെ രക്ഷയാണോ? എന്താണ് നിങ്ങൾക്ക് വലുത്? രക്ഷിക്കപ്പെടാത്ത ഒരാളിനെ രക്ഷയുടെ അനുഭവത്തിൽ നടത്തണമെന്നൊരു വലിയ ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ചെയ്യുമോ? ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കുമോ? ഒരു മൂവി കാണിക്കുമോ? ഏതെങ്കിലും പുതിയ നിയമം വാങ്ങിച്ചു കൊടുത്താൽ രക്ഷയില്ല. പുതിയ നിയമം വാങ്ങിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിൽ എല്ലാ പെന്തിക്കോസുകാരും, എല്ലാ മർത്തോമക്കാരും, എല്ലാ യാക്കോബക്കാരും, എല്ലാ കത്തോലിക്കും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. അല്ല, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു പുസ്തകം. വേറെ ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ പറ്റി പറയുന്നു? നിങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ വരുമ്പം 10 പേരെ വീട്ടിലോട്ട് വിളിച്ചു വെച്ച് അവരുടെ എന്താണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുമോ? ഞാൻ 950 പുസ്തകം വരുത്തി വെച്ചിരിക്കുകയാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് മുമ്പേ അയക്കാനായിട്ട്. ഡിസംബർ 1-ാം തീയതി അയക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പ്രസിഡന്റ് മുർമു മുതൽ അനേകം പേർക്ക് അയക്കും. എല്ലാ ചീഫ് മിനിസ്റ്റർമാർക്കും അയക്കും. ഒരെണ്ണത്തിന് എത്ര രൂപ വിലയാണെന്നറിയോ? 650 രൂപ വിലയാണ് ഒരു പുസ്തകത്തിന്. നിങ്ങൾ പറഞ്ഞേക്കാം PG വേർഷൻ്റെ 10 രൂപ ഉണ്ടായിട്ടാണ്. എൻ്റെ ആഗ്രഹപ്രകാരം ദൈവം എനിക്ക് തന്നതാണ്.
എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യുന്നു, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളും ചെയ്യണം. ഒരു ജർമ്മൻകാരൻ്റെ ഒക്കെ പറയണം, വേറൊരാളുടെ ഒക്കെ പറയണം, ഒരു മലയാളിയുടെ ഒക്കെ പറയണം, ഒരു ഹിന്ദുവിൻ്റെ ഒക്കെ പറയണം, ഒരു മുസ്ലിമിൻ്റെ ഒക്കെ പറയണം. ബില്ലി ഗ്രഹാം വരത്തില്ല പറയാൻ, ദിനകരൻ വരത്തില്ല പറയാൻ, ഞാൻ വരത്തില്ല പറയാൻ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് അവനെ വരാൻ അനുവദിച്ചില്ല. നിങ്ങൾക്കറിയാം എന്ത് പറ്റിയെന്ന്? അറിയാൻ വയ്യാത്തവർ എഴുതിയെടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങളിൽ പറയുന്നു. ലൂക്കോസ് 8:39-40. യേശു അടുത്ത വർഷം ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും സ്വീകരിച്ചു. എന്താ കാര്യം? ഒരുത്തന്റെ സാക്ഷ്യം കാരണം. കേട്ടോ, ഒരുത്തന്റെ സാക്ഷ്യം കാരണം. ആദ്യം ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞതാ യേശുവിന്റെ കാലം. അടുത്ത പ്രാവശ്യം പറയുന്നു, വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, ഒരുത്തന്റെ സാക്ഷ്യം. നിങ്ങളുടെ സാക്ഷ്യത്തിന് വളരെ വിലയുണ്ട്, മറന്നു പോകരുത്. വലിയ വിലയുണ്ട്. ഹല്ലേലൂയ, മറന്നു പോകരുത്. ഒന്നാമത്തെ ശത്രു ദുഷ്ടാത്മാവ്. രണ്ടാമത്തെ ശത്രു, ഹല്ലേലൂയ, രണ്ടാമത്തെ ശത്രു 25 മുതലുള്ള വാക്യങ്ങളിൽ, 25 മുതൽ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരിലും ഏറിയൊന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. 12 വർഷമായിട്ട്, ശുദ്ധ മലയാളത്തിൽ പറയട്ടെ, ബ്ലീഡിങ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ. അവിടെ കാര്യം എത്ര ബലഹീനമാ. അന്നത്തെ കാലത്ത് പാഡൊന്നുമില്ല. എൻ്റെ കർത്താവെ, ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, അവൾ എന്തുമാത്രം കഷ്ടം സഹിച്ചു. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സ്ത്രീക്ക് വെളിയിലിറങ്ങാൻ പാടില്ല, ആരും തൊടാൻ പാടില്ല. അവൾക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ, അവിടെ ചേട്ടത്തിയുടെ മോടെ കല്യാണം ഉണ്ടെങ്കിൽ അവൾക്ക് പോകാനൊക്കത്തില്ല. വേറൊരാളുടെ വീട്ടിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അവൾക്ക് പോകാനൊക്കത്തില്ല. അവൾ കുടുംബത്തിൽ നിന്ന് തള്ളപ്പെട്ടവളാണ്. ആരുടെയെങ്കിലും വീട്ടിൽ അമ്മാച്ചൻ്റെ മോടെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ ചേട്ടത്തിയുടെ മോൻ്റെ കല്യാണമുണ്ട്, ആരെങ്കിലും വന്ന് ദൂരെ എന്ന് പറയത്തേ ഉള്ളൂ, അമ്മാമ്മേ ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം, അമ്മാമ്മയ്ക്ക് വരാനൊക്കത്തില്ലല്ലോ കേട്ടോ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഹൃദയം പിടച്ചുകയാണ്, എനിക്കൊന്ന് പോകാനൊക്കത്തില്ലല്ലോ. അവൾ തിരസ്കയായിരുന്നു, അവൾ നിന്ദിക്കപ്പെട്ടവളായിരുന്നു, അവൾ പുറന്തള്ളിയവളായിരുന്നു. നിങ്ങളും ഇങ്ങനെയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പുറന്തള്ളിയവരാണോ? ഒരു അഹങ്കാരത്തിന്റെ വാക്കുപോലെ തോന്നുന്നു പറയട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. സ്നാനപ്പെട്ടതാ കാര്യം. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നുള്ളതും അടുത്ത കാരണം കൂടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 4 കിലോമീറ്റർ നടന്നിട്ട് വേണം റോഡിൽ ചെല്ലാൻ. അവിടെ നിന്നാണ് ബസ് കിട്ടുന്നത്. ഞാൻ പെട്ടിയെടുത്തു, ലില്ലി കൊച്ചിനെ എടുത്തു, നടന്നു. വീട്ടിലൊരു വേലക്കാരനുണ്ട്, ഒരു വേലക്കാരിയുണ്ട്. ആരെയും പപ്പ അയച്ചില്ല. ആദ്യമായിട്ടാണ് ഞാൻ പെട്ടിയെടുത്ത് റോഡിൽ കൂടെ നടന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഒരു കാറ് വന്നു. പപ്പ കാർ അയച്ചു. കാറ് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതുകൊണ്ട് കാറിനകത്ത് കയറി. എനിക്ക് കാറ് തോന്നില്ല. എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു കല്യാണം നടന്നാൽ, എൻ്റെ അമ്മാച്ചൻ്റെ മക്കളോ പപ്പായുടെ ചേട്ടൻ്റെ മക്കളോ അമ്മച്ചിയുടെ ചേട്ടത്തിൻ്റെ മക്കളോ ഒക്കെ കല്യാണം നടന്നാൽ ഒരു കല്യാണക്കുറി എനിക്ക് അയക്കത്തില്ലായിരുന്നു. എന്നാൽ 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പായെയും അമ്മച്ചിയെയും സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു വലിയ അത്ഭുതം നടന്നിട്ടാണ്. ഞാൻ സ്നാനപ്പെടുത്തി. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പപ്പായ അമ്മച്ചിയും. ഞാനൊരിക്കൽ ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മേശപ്പുറത്തോട്ട്, കൊച്ചു മേശയാണ്, അതിൻ്റെ പുറത്തോട്ട് കാലുമൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അന്ന് എനിക്ക് പ്രസംഗിക്കണം. 5:30 ആകുമ്പോഴും സമയം മറന്നുപോയി കേട്ടോ. പ്രസംഗിക്കുന്നത് ഒരു പ്രൊഫഷണൽസിൻ്റെ അടുക്കലാണ്. കോളേജ് പ്രൊഫസർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, പള്ളിക്കൂടം ടീച്ചേഴ്സ് പോലും ഇല്ല. പ്രൊഫഷണൽസ് മാത്രം. സർവീസ് എല്ലാം ഇംഗ്ലീഷിലാണ്, പ്രസംഗം മലയാളത്തിലുമാണ്. അപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പറയുന്നതിനകത്ത് തെറ്റ് പറ്റില്ലേ? കാരണം അവരെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും. എല്ലാവർക്കും അറിയാം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതെന്ന്. എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ അവരും അറിയാം, അയാൾ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, പഠിത്തം കുറവല്ലോ, അതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവെ തെറ്റ് പറ്റരുത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ നടന്നു വന്നു. നമ്മുടെ സിനിമാ താരം മോഹൻലാലാ. കുറച്ച് കഥയാണ്, അല്ല ചെറുതാക്കി പറയുകയാണ്. എന്നൊക്കെ പറഞ്ഞ, അച്ചോ ഞാൻ ഇതുവഴി പോവായിരുന്നു, ഇതെൻ്റെ സ്നേഹിതൻ്റെ വീടാ. അന്നേരം അവർ ഇവിടെ വന്നപ്പോഴാണ് അവർ പറഞ്ഞ്, മേളത്തെ നിലയിൽ ഒരാളിരിപ്പുണ്ട്, ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. ആ അച്ഛൻ പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, എൻ്റെ തലയിൽ കവിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അത് പിന്നെ പ്രാർത്ഥിക്കാം, ആദ്യം സ്വർഗത്തിൽ പോണ്ടി വഴി പറയലാം. എൻ്റെ കയ്യിലിരുന്ന ബാഗിനകത്തിരുന്ന ബ്രീഫ് കേസിനകത്തിരുന്ന 2 പുസ്തകം എടുത്ത് ഒപ്പിട്ട് കൊടുത്തു.
എന്നിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് എൻ്റെ ആ വീട്ടുകാരൻ പറഞ്ഞു, നമുക്ക് പോകാൻ സമയമായി കേട്ടോ. ഞാൻ എൻ്റെ ബ്രീഫ് കേസും എൻ്റെ സൂട്ട് കേസും എടുത്തു. മോഹൻലാൽ കയറി പിടിച്ചു. അയ്യോ അച്ചോ, ഞാൻ എടുത്തോളാം. അപ്പൊ ഞാൻ ചില കോമിക്കും ഒക്കെ കണ്ടിട്ടുണ്ട് ഇയാൾ ഗുസ്തി പിടിക്കുന്നത്. അപ്പൊ എനിക്കറിയാം അദ്ദേഹത്തിനുള്ള ഗുസ്തി പിടിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ വിട്ടുകൊടുത്തു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. വലിയ വീടാണ്, വലിയൊരു വീടാണ്. ആ വീട്ടിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മുമ്പേ വീട്ടുടമസ്ഥൻ, പുറകിൽ ഞാന്, എൻ്റെ പുറകെ മോഹൻലാൽ പെട്ടിയെടുത്തുണ്ട്. അവർക്ക് വേലക്കാരൊക്കെ ഉണ്ട്, അവരാരും സമ്മതിച്ചില്ല, മോഹൻലാൽ തന്നെ എടുക്കുകയാണ്. അദ്ദേഹം മഹാനായിട്ടാണ് എൻ്റെ പെട്ടിയെടുത്തത് കേട്ടോ. ഞാൻ മഹാനായിട്ടല്ല, എന്നെക്കാളും മഹാനാണ് അദ്ദേഹം. ആത്മീക രീതിയിലല്ലാതെ പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ച മനുഷ്യനാണ്, അല്ലേ? ആളുകൾ ആരാധിക്കുന്ന മനുഷ്യനാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ താഴെ മോഹൻലാലിൻ്റെ താഴത്തെ നിലയിലോട്ട് വരികയാണ്. നിലയിലല്ല, ആ ഗാർഡനിനകത്തൂടെ വരികയാണ്. വളഞ്ഞ ഗാർഡൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ 2 ജീപ്പിനകത്ത് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ഇരിക്കുകയാണ്. അവർ പറഞ്ഞു, ആണറാ ബാലേട്ടൻ വരുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റു. അതിനകത്ത് ഒരാൾ പറഞ്ഞു, നമ്മുടെ ബാലേട്ടൻ പെട്ടി എടുക്കുന്നെങ്കിൽ ആ പെട്ടിയുടെ ഉടമസ്ഥൻ എത്ര മഹാനായിരിക്കും. ഞാൻ അകത്ത് പറഞ്ഞു, 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസ്. പെട്ടെന്ന് ഞാൻ ഓർത്തു, എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ എൻ്റെ പെട്ടി എടുക്കാൻ വേലക്കാരെ അയച്ചില്ല. ഇന്ന് മഹാന്മാരെൻ്റെ പെട്ടി എടുക്കുന്നു. ഞാൻ അധികം പറയുന്നില്ല. അഹങ്കാരത്തിന്റെ വാക്കുകളാണെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൂടെ പറപ്പേ, നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണെങ്കിലും ഈ കർത്താവിൻ്റെ അടുക്കൽ വരാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ മാന്യയാക്കും. ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. അവനോട് ചേർന്ന് നടക്കുക. വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും അത് സംഭവിക്കൂ. എൻ്റെ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പപ്പായും അമ്മച്ചി സ്നാനപ്പെട്ടത്. ഏകദേശം 10-25 വർഷം കഴിഞ്ഞപ്പോഴാണ് മോഹൻലാൽ. ഈ കഴിഞ്ഞ ആഴ്ച ആരാ പെട്ടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതുപോലുള്ളവരെടുത്ത് എങ്ങനെ സംഭവിച്ചു? ഈ ദൈവത്തെ കണ്ടുമുട്ടിയത്, യേശുവിനെ കണ്ടുമുട്ടിയതിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. എങ്ങനെയാ കേട്ടത്? ആരാണ്ട് പറഞ്ഞതാണ്. ആരും പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ഞാനും നീയും പറയണം. സൗകര്യം ഉള്ളപ്പോൾ പറയണം. ഇനി പറയുന്നുണ്ട്, സൗകര്യം ഉണ്ടാക്കി പറയണം. ഏതെങ്കിലും ഒരു വിധത്തിൽ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീട്ടിലൊരു ബർത്ത്ഡേ വരുമ്പം 10 പേരെ വിളിച്ചാട്ടെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു ബർത്ത്ഡേ നടക്കുമ്പോൾ ഒരു പുസ്തകം കൊണ്ട് കൊടുത്താട്ടെ. ഒരു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു പുസ്തകം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ഹിന്ദുവിന് മനസ്സിലാകുന്ന ഭാഷയിൽ, മുസ്ലിമിന് മനസ്സിലാകുന്ന ഭാഷയിൽ, ആരുടെയെങ്കിലും ഒരു സാക്ഷ്യമുള്ള പുസ്തകം കൊടുത്താട്ടെ. ഒരു നല്ല ഏതെങ്കിലും ഇത് പറയട്ടെ, അവൾ യേശുവിനെ പറ്റി കേട്ടു. അവൻ ഫോണിനകത്തൂടെ സംസാരിക്കുക, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവൾ പറഞ്ഞു 2, 3, 4, 5 കാര്യങ്ങൾ അവൾ ചെയ്തു. 1, അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. 2, അവൾ പറഞ്ഞു, എന്തു വേണമോ അത് പറഞ്ഞു. എനിക്ക് കുറച്ചെങ്കിലും സുഖമായാൽ കൊള്ളാമെന്നായിരുന്നില്ല. അവിടെ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറായിരുന്നു. 3-ാമത്തെ കാര്യം, ഇച്ചിരി വേഗത്തിൽ പോയോക്കത്തുള്ളൂ. 1, അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. ഉപദേശി അടുക്കലല്ല വന്നേ. ഉപദേശി വന്നാൽ ഉപദേശിയും പ്രാർത്ഥിക്കും, പാസ്റ്റർ അടുക്കൽ വന്നാൽ പാസ്റ്ററും പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾ വരേണ്ടത് യേശുവിന്റെ അടുക്കലാണ്. ഒരിക്കൽ ഒരു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോക്ക് പരീക്ഷ, അവൾക്ക് വിശ്വാസമില്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചു, അവൾക്ക് വളരെ ഈസി ആയിരുന്നു. അപ്പൊ അടുത്ത ദിവസം എനിക്ക് ഫോൺ ചെയ്യുന്നു, അങ്കിള് വലിയ അത്ഭുതമായിരുന്നു കേട്ടോ. സൂമിൽ വന്നിട്ട് പറഞ്ഞാണ്, ക്യാമറയിൽ വന്നിട്ട് പറയാം, വലിയ അത്ഭുതമായിരുന്നു കേട്ടോ. അയ്യോ, സ്തോത്രം. അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പ്രയാസമായിരുന്നു, പിന്നെ വന്നില്ല, പിന്നെ മീറ്റിങ്ങിനും പോയിട്ടില്ല. നിങ്ങൾ വരുന്നത് ഉപദേശിച്ചെടുക്കലായിരിക്കരുത്, അത്ഭുതത്തിന് ആയിരിക്കരുത്. യേശുവിൻ്റെ ഒക്കെ വരണം. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. 2, അവൾ പറഞ്ഞു, എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു. എൻ്റെ ഇവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ട്. ഞാൻ ഈ ഫാനിനകത്ത് കറങ്ങാൻ നേരം 1-ലാണെങ്കിൽ 3-ലോട്ട് മാറ്റും. ഏതിലായി തീരണമോ അതിലോട്ട് മാറ്റും. 5-ലായിരിക്കുമ്പോൾ 3-ൽ. എന്ത് സംഭവിക്കണമോ അത് പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കര ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ. ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഒന്നിച്ച് പറഞ്ഞു, പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്.
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി, എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഞാൻ ചോദിച്ചു, ഏത് കുഞ്ഞു വേണം? നല്ലവനായ ദൈവം എന്തു തന്നാലും ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചോളാം. ഞാൻ പറഞ്ഞു, നേരാണോ? ഞാൻ പറഞ്ഞു, അല്ല, വ്യക്തമായിട്ട് അല്ല, എന്തു മതി. ശരിയാണോ? ആണോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ കൊച്ചിനൊരു പൂച്ചക്കുഞ്ഞിനെ കൊടുക്കണേ, പട്ടിക്കുഞ്ഞിനെ കൊടുക്കണേ. അല്ല, പിന്നെ എന്തോ വേണം? നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് അത് പറയണം. ഏത് വാഹനം വേണം പറയണം. ഏത് നിറം വേണം പറയണം. എത്ര മുറിയുടെ വീട് വേണം പറയണം. ഞാൻ വിശ്വസിക്കുന്ന പറയുന്നേ, വേദപുസ്തകത്തിൽ എന്നാ പറയുന്നേ. നിങ്ങൾക്ക് എന്ത് വേണമോ അത് പറയണം. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ. മൂന്നാമത്തെ കാര്യം, അവൾ ഒരു പരീക്ഷണത്തിന് തയ്യാറായിരുന്നു. എന്തെങ്കിലും ഒരു പരീക്ഷണം ചെയ്യണം, ഏതെങ്കിലും ഒരു പരീക്ഷണം ചെയ്യണം. എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു 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 ടിന്നിനകത്ത് കുറച്ച് കടുക് വെച്ചിട്ടുണ്ട്. എൻ്റെ കിടക്കമുറി വെച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഒരു കടുകിന്റെ ഒരു പാത്രം. പകലിരിക്കുന്ന സമയത്ത് എൻ്റെ മുറിയിൽ കടുകിന്റെ പാത്രം. എനിക്ക് ഏതെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ആ കടുകിന്റെ പാത്രം എടുത്ത് കുലുക്കിക്കൊണ്ട് പറയും. ഇനി യേശു പറഞ്ഞു, ഒരു കടുകിന്റെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഏത് കാര്യം സംഭവിച്ചാലും അത് പറയുമ്പോൾ സംഭവിക്കുമെന്ന്. എനിക്ക് കടുകിനേക്കാൾ വിശ്വാസമുണ്ട്. അതിനുവേണ്ടിയാണ് ഏതെങ്കിലും ഒരു ആവശ്യം ഉള്ളപ്പോൾ എൻ്റെ വിശ്വാസത്തെ പറ്റി പറയുവാൻ, കടുക് കേൾക്കുവാനായിട്ട്. നിങ്ങൾ എന്ത് സംഭവിക്കണമോ അത് പറയണം. പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് സംഭവിക്കും? ഒരു പരീക്ഷണം നടത്തി. എന്നിട്ട് അപ്പോൾ ഉടനെ തന്നെ അവരുടെ അസുഖം മാറി. ചിലപ്പോൾ എളുപ്പമായിരിക്കാം, ചിലപ്പോൾ സാവധാനമായിരിക്കാം. യേശുവിന്റെ സമയത്തും ചിലപ്പോൾ സാവധാനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മരം ഉണങ്ങിയത് ഒരു രാത്രി കൊണ്ടാണ്. വേറെ ചിലപ്പോൾ സാവധാനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. യേശുവിന്റെ സമയത്തും യേശു ഒരു ഊമന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ആദ്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, പിന്നെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നടന്നില്ല, പിന്നെ തുപ്പല് വരട്ടി പ്രാർത്ഥിച്ചു, അന്നേരം നടന്നില്ല. എത്ര പ്രാവശ്യമായി? 3 പ്രാവശ്യമായി. ഒരു പൊട്ടക്കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചു, അവനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഊരിനകത്ത് വെച്ച് പ്രാർത്ഥിച്ച് നടക്കാഞ്ഞിട്ടാ പുറത്തു കൊണ്ടുവന്നേ. അവിടെ കൊണ്ടുവന്നിട്ടും പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്തോ പറ്റി? അവിടുന്ന് നടന്നില്ല. എന്നിട്ട് യേശുക്രിസ്തു തറയിൽ തുപ്പി, എന്നിട്ട് ഇച്ചിരി ചേറുണ്ടാക്കി പുരട്ടി. എന്നിട്ട് എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. യേശു പറഞ്ഞു, പോയി കഴുകിയാട്ടെ. അപ്പൊ 4 പ്രാവശ്യമായി. അവൻ നമ്മളും സംഭവിക്കുവോളം പ്രാർത്ഥിക്കണം. ഒരിക്കൽ പറഞ്ഞു നിർത്തരുത്, ഒരു പരീക്ഷണം കൊണ്ട് നിർത്തരുത്. വീണ്ടും വീണ്ടും പരീക്ഷണം നടത്തുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. സഭ വലുതാകാൻ. സഭയിൽ എത്ര പേരുണ്ട്? 40 പേരുണ്ട്. എന്തുകൊണ്ടാണ് 40 പേരുള്ളത്? കുറച്ചുകൂടെ എന്തുകൊണ്ടായിക്കൂടാ? നമ്മൾ വിശ്വസിച്ചിട്ട് പറയണം. നമ്മുടെ സഭയിൽ 100 പേരാകും. എല്ലാവരും പ്രവർത്തിക്കുകയും വേണം കേട്ടോ. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒക്കത്തില്ല, അല്ലേ? മന്ത്രം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. എല്ലാവരും കൂടെ അധ്വാനിച്ചാൽ 100 പേരാകും. അടുത്ത വർഷം 200 ആകും. ഞാനിത് ചെയ്തിട്ടുള്ള കാര്യം ഈ പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ വസ്ത്രം തൊട്ടെന്ന് ചോദിച്ചു. യേശു തിരിഞ്ഞു ചോദിച്ചിട്ട്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടവൾ ഉടനെ സൗഖ്യമായി. യേശു തിരിഞ്ഞിട്ട് ചോദിച്ചു, എൻ്റെ വസ്ത്രം തൊട്ടത് ആര്? അവളെ കാണാൻ ആഗ്രഹിച്ചു. ഇന്നും യേശു 4 വശത്തും നോക്കുകയാണ്, തന്നെ തൊടുന്നത് ആരാന്ന് കാണാൻ. നിങ്ങൾ തൊടണം. ഞാൻ തൊടും, ഇന്ന് തൊടും, നാളെ തൊടും, മറ്റന്നാൾ തൊടും, ഓരോ ആവശ്യത്തിനും തൊടും. ഒന്നുമില്ലെങ്കിലും തൊട്ട് ആരാധിക്കും. ഹല്ലേലൂയ. യേശുവിന് ഇന്നും കാണാൻ ആഗ്രഹമുണ്ട്. അത്ഭുതം ജബർദസ്തി പിടിച്ചെടുക്കുന്നതാണ്. ജബർദസ്തി എന്ത് വാക്കായിപ്പോയി, ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18:11 അത് ഇങ്ങനെ പറയുന്നു, ബലാത്കാരിയാണ് പിടിച്ചെടുക്കുന്നത്. ബലാത്കാരി ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു 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 മനുഷ്യനെ പിടിച്ചിട്ട് തോൽപ്പിച്ച് ബലാത്കാരമായിട്ട് അവനെ അടിച്ച് താഴെ ഇടുന്നത്, അതുപോലെ എന്നിട്ട് അവന്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നത്, ഒരു കള്ളൻ എടുക്കുന്നത്, അതുപോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് ബലാത്കാരം പിടിച്ചെടുക്കാൻ എന്റെ കർത്താവ് പറഞ്ഞു. ഞാൻ പറയുന്നതല്ല, ദുരുപദേശമല്ല ഇത്, എൻ്റെ യേശു പറഞ്ഞതാ. ദുരുപദേശം പറഞ്ഞെങ്കിൽ യേശുവാ പറഞ്ഞത്, ഞാനല്ല. ഞാൻ യേശു പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ എടുക്കാൻ ചോദിക്കുമ്പോൾ തരാം, തന്നില്ലെങ്കിൽ പറയണം, മക്കളെങ്കിൽ അവകാശികൾ. കർത്താവായ യേശു എനിക്ക് തരണമേ, എനിക്ക് തരണമേ കർത്താവേ, എനിക്ക് തരണം. തന്നേ ഒക്കത്തുള്ളൂ. ഞാൻ നിന്റെ മകനാണ്. എൻ്റെ കുഞ്ഞിന് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയേ ഒക്കത്തുള്ളൂ. എൻ്റെ വീട്ടിലെ കടഭാരം മാറിയേ ഒക്കത്തുള്ളൂ. എൻ്റെ വീട്ടിലെ കുടുംബ വഴക്ക് മാറിയേ ഒക്കത്തുള്ളൂ. ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കണം. അനുഭവങ്ങൾ പറയാൻ നേരമില്ല. ഹല്ലേലൂയ. ഇത് ചോദിക്കും. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, എല്ലാരും തിക്കിക്കൊണ്ടിരിക്കുക, ഇതിനിടയ്ക്ക് ആരാന്ന് ചോദിക്കുന്നത്. എല്ലാം വ്യത്യസ്തയായവരുത്. ഇനിയും പറയുന്നത് കേട്ടെ, ഞാനും നീയും വ്യത്യസ്തനായ ഒരു വിശ്വാസിയായി തീരണം. വ്യത്യസ്തയായ ഒരു വിശ്വാസിനിയായി തീരണം. ഹല്ലേലൂയ. സാധാരണ വിശ്വാസിയല്ല. എനിക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ്. എനിക്ക് ഡയബറ്റീസ് ഉണ്ടായി. ഞാൻ അവിടെ ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞുമ്പോ എന്റെ രക്തം കൊടുത്തു. ആനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്, 10ാം കൊണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് എന്റെ രക്തം കൊടുത്തു. ആ രക്തം വാങ്ങിച്ചു കഴിയുമ്പോൾ പറഞ്ഞു ഭയങ്കര ഡയബറ്റീസാണ്. ഞാൻ പറഞ്ഞു നാളെ വരാം. വേണ്ട, മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ സാധാരണ ഉപദേശിയല്ല, എനിക്ക് അത്ഭുതം. കൊച്ചു കാത്തലിക് സഹോദരിയാണ്, ഇപ്പൊ പെന്തിക്കോസിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ വിശ്വാസി പെന്തിക്കോസുകാരനല്ല, ഞാൻ തീർച്ചയായിട്ടും കിട്ടുന്നത് വരെ പ്രാപിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടി. എന്റെ ഡയബറ്റീസ് മാറി. 1984 40 വർഷമായി. ഇന്നും ഞാൻ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് മാറണം, വ്യത്യസ്തനായ വിശ്വാസിയായിട്ട് മാറണം. ഹല്ലേലൂയ. അവൾ സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൾ ടെസ്റ്റ് മണി പറഞ്ഞു. അടുത്തത്, നിനക്ക് ദൈവം എന്തെങ്കിലും ചെയ്ത ടെസ്റ്റ് മണി പറയണം. ഹല്ലേലൂയ. എവിടെയാണെങ്കിലും പറയണം, അവസരം ഉണ്ടാക്കി പറയണം. ചിലർക്ക് പേടിയാണ് പറയാൻ. പറഞ്ഞ പള്ളിക്കാരെന്തോ വിചാരിക്കും, നാട്ടുകാരെന്തോ വിചാരിക്കും, വീട്ടുകാരെന്തോ വിചാരിക്കും. പറയണം, കർത്താവ് എന്തു ചെയ്തിട്ടുണ്ട് പറയണം. യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോയി. യേശു അല്ല സൗഖ്യമാക്കിയെന്നാ പറഞ്ഞത്, അത് മനസ്സിലാക്കട്ടെ. യേശുവിലൂടെ അവളുടെ വിശ്വാസം അത്ഭുതം നേടിയെടുക്കുകയായിരുന്നു. അപ്പൊ വിശ്വാസത്തിന് ശക്തിയുണ്ട്, അവിശ്വാസത്തിന് ശക്തിയുണ്ട്. വാക്യങ്ങൾ എടുക്കുന്നില്ല. 2 പ്രാവശ്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വലിയ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാത്ത, എന്ന് വെച്ചാൽ കൊച്ചു വയറ്റുവേദന ഇങ്ങനെയൊക്കെ സൗഖ്യമാക്കാനേ കഴിഞ്ഞുള്ളൂ. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്, നിന്റെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 3 പേരെ കൊണ്ടുപോയുള്ളൂ. അല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് യൂദ കൊണ്ടുപോയില്ല. പിന്നെ എത്ര പേരുണ്ട്? തോമസ് ഇന്ത്യ വന്ന അപ്പോസ്തലനാണ്, കൊണ്ടുപോയില്ല. മത്തായി സീനിയർ ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു, കൊണ്ടുപോയില്ല. പിന്നെ ആരെ കൊണ്ടുപോയി? വിശ്വാസമുള്ള 3 പേർ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം. യേശുവിന്റെ ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുന്നത്? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം കേൾവിയാൽ വരുന്നു. പ്രാർത്ഥിക്കുമ്പോഴല്ല, വേദപുസ്തകം വായിക്കുമ്പോഴും അല്ല, കേൾക്കണം. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോഴും ഇച്ചിരി ഉറക്കം വായിക്കണം കേട്ടോ. ആരുടെയെങ്കിലും ഇന്ന് ഞാൻ എത്ര പ്രസംഗം കേട്ടു? 2 or 3 പേരുടെ പ്രസംഗം കേട്ടു. കുറഞ്ഞത് ഞാൻ 3 പേരുടെ പ്രസംഗം കേൾക്കും. കൊന്നോ 3 പേരുടെ, ഒരു ഇംഗ്ലീഷിനകത്തൊരു നീണ്ട ഒരു പ്രസംഗം കേട്ടു, മലയാളത്തിനകത്ത് 2 പേരുടെ കേട്ടു. നിങ്ങൾ പ്രസംഗം കേൾക്കണം, കേൾവിയാൽ വരുന്നു. അപ്പൊ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ, വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും, വലിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. സമാധാനത്തോടെ പോകാൻ പറഞ്ഞു. അവർക്ക് സമാധാനം ഇല്ലാത്തവളായിരുന്നു. 26ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സമാധാനം ഇല്ലാത്തവന് സമാധാനം കൊടുക്കുന്ന ദൈവം. പണത്തിനകത്ത കാര്യത്തിലായിരിക്കാം, രോഗശാന്തിയിലായിരിക്കാം, ഏതെങ്കിലുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുക, അവൻ സൗഖ്യം തരും. അവസാനത്തെ ഇച്ചിരി നീണ്ടതാണ്, അതാ പിശാച് കൊണ്ടുപോയത്. സാരമില്ല, എന്നാലും നിങ്ങൾ കേട്ടാട്ടെ. ഹല്ലേലൂയ. 35 മുതൽ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണി, അത് മുമ്പോടെ ഒരു കഥയാ, അതിനിടയ്ക്ക് കയറി വന്നതാണ് ഈ 2ാമത്തെ കഥ. 1ാമത്തേത് നമ്മുടെ മനുഷ്യന്റെ ശത്രു ദുഷ്ടാത്മാവ്, 2ാമത്തേത് രോഗം, 3ാമത്തേത് യേശു നടന്നു പോകുമ്പോൾ ഒരു പള്ളിപ്രമാണി വന്നു. പള്ളിപ്രമാണി ആരാണ്? യഹൂദന്മാരുടെ പ്രമാണി. അയ്യോ, ഇയാളെ സാധനം മാറ്റിക്കളയും. പലരും എന്റെയൊക്കെ വന്ന് ചോദിക്കുന്നതാ, നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കുഴിച്ചിടാൻ ശവക്കോട്ടയുണ്ടോ? എന്റെ തങ്കക്കുടമേ, നീ ഞങ്ങളുടെ കൂടെ വരുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? നീ ചത്തുതാ, ഞാൻ കുഴിച്ചിട്ട് തരാം, വിഷമിക്കണ്ട. അല്ലേ? ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെണ്ണിന്റെ കല്യാണം നടക്കുക, പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വീട് നിറഞ്ഞു നിൽക്കുമല്ലയോ കെട്ടിക്കാതെ. ഒരെണ്ണം പോലും ഇല്ല, ലൈനിൽ നിൽക്കുക ഞങ്ങളുടെ പെൺപിള്ളേരെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട്. നീ ഇത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, വന്നാട്ടെ. കർത്താവിനോട് ചേർന്ന് നടന്നാൽ കർത്താവ് നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. അങ്ങനെ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു നടന്നു പോകുമ്പോഴായി 2ാമത്തെ ഇതൊന്ന്. 1ാമത്തേത് ദുഷ്ടാത്മാവ്, 2ാമത്തേത് രോഗം, 3ാമത്തേത് അങ്ങോട്ട് പോകുമ്പോഴാണ് ആളുകൾ വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, വീട്ടിൽ ആളുകൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിന് എന്ന് പറഞ്ഞു. മരണം, 3ാമത്തെ ശത്രു മരണം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇഗ്നോർ ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളുടെക്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക കേട്ടോ, ഇഗ്നോർ ചെയ്യുക.
നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി പറയുന്നത് വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരോടെ പറയാവൂ. വാക്യങ്ങൾ എത്ര എണ്ണം പറയാ? 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിനകത്ത് ഒരു സ്ത്രീ വന്ന് എലീശ പ്രവാചകന്റെ ഒക്കെ പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ 2 മക്കളെ ഞങ്ങൾ കടക്കാരാണ്, ആ കടം തന്നവർ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? ഇച്ചിരി എണ്ണയുണ്ട്, ആ എണ്ണ പല പാത്രത്തിനകത്തോട്ട്, ഇനിയും പാത്രങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാട്ടെ, പാത്രം കുറഞ്ഞു പോകരുത്. ഇനിയും പറഞ്ഞു കേട്ടാണ്, ദൈവത്തിന്റെ അത്ഭുതത്തിന് ചെറിയ അത്ഭുതമില്ല, അവന്റെ അത്ഭുതങ്ങൾ വലുതാണ്, കുറഞ്ഞ പാത്രമായി പോകരുത്. ഇനിയും പറയുന്നു കേട്ടെ, നിന്റെ വൃത്തം നീ ചെറുതാക്കി കളയരുത് കേട്ടോ. എഴുതിയിടാം, അടിവരയിട്ട് എഴുതിയിടാം, നിന്റെ വൃത്തം നീ ചെറുതാക്കി കളയരുത്, നിന്റെ വൃത്തം വലുതായിരിക്കട്ടെ, വളരെ വലുതായിരിക്കട്ടെ. ഹല്ലേലൂയ. തരുന്നവൻ വലിയവനാണ്. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തിനനുസരിച്ചില്ല, അവന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞു, പാത്രങ്ങൾ ഒത്തിരി കൊണ്ടുവരണം, എന്നിട്ട് കഥ അടയ്ക്കണം. അതിനാ കഥ അടയ്ക്കുന്നത്? അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയാം, അന്നാമോ എന്തുവാ ഈ കാണിക്കുന്നത്, ഇതൊക്കെ പഴയ കാര്യമാണ്, ഇതൊക്കെ ദിനകരനോ വേറെ ആരാണ്ടൊക്കെ കേസി ജോണോ ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നടക്കത്തില്ല ഇന്നത്തെ കാലം, നമ്മുടെ 20ാം നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത്. സംശയം ഉണ്ടാക്കുന്ന ആളുകളോട് നിന്റെ അത്ഭുതങ്ങൾ പറയരുത്, നിന്റെ വിശ്വാസം പറയരുത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, എന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ മതി, ഭയപ്പെടേണ്ട. ഒള്ളി ബിലീവ്. ഭയം വരും, ഭയപ്പെടരുത്. ഭയം വരും, ഭയപ്പെടരുത്. ഭയം വരും, ഭയപ്പെടരുത്. വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കുക? വിശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായി യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളി പ്രമാണികളുടെ വീട്ടിൽ വന്നാറെ ആരവാരവും വളരെ കരഞ്ഞു വിലപിക്കുന്നതും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ കാരവാരവും കരച്ചിലും എന്തിനെ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്ര എന്ന് പറഞ്ഞു. കുട്ടിക്ക് ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞില്ല. ഇത് മനസ്സിലാക്കണം, കുട്ടിക്ക് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, പറഞ്ഞാൽ കള്ളമാവും. യേശു ഒരിക്കലും കള്ളം പറയത്തില്ല, കള്ളം പറയാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. അങ്ങനെ പറഞ്ഞത് ഇല്ല, മരിച്ചിട്ടില്ല. അത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. നിങ്ങളും പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം. ആ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നതും വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം. നിങ്ങളുടെ ശരീരത്തെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. നിങ്ങളുടെ ചർച്ചിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഒരിക്കൽ പോൾ യോങ്കിച്ചോ ഞങ്ങളുടെ ഈ കഥ പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് സെമിനാറിന് പോയപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം ചർച്ച തുടങ്ങി. ഒരു ദിവസം ചർച്ചിനകത്ത് പ്രസംഗം, മക്കളെ തീർന്നു കഴിഞ്ഞ ഉടനെ ഒരാൾ പറഞ്ഞത്, മൈക്കൊന്നുമില്ല പാസ്റ്ററെ, ഞങ്ങൾ 5 പേരല്ല ഉള്ളു, ഇത്രയും കിടന്ന് ചലക്കണം, ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോവല്ലോ. പോൾ യോങ്കിച്ചോ പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോ 5 പേരെ കാണുന്നുള്ളൂ, ഞാൻ നോക്കുമ്പോ 1500 പേരെ കാണുന്നു. 1000 ആയപ്പോ അദ്ദേഹം 3000 പേർക്ക് വിശ്വസിച്ചു. 2000 ആയപ്പോ അദ്ദേഹം 5000 പേർക്ക് വേണ്ടി വിശ്വസിച്ചു. 3500 ആയപ്പോഴത്തേക്ക് അദ്ദേഹം 10000 പേർക്ക് വേണ്ടി വിശ്വസിച്ചു. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ കരച്ചോ എന്തിനാ? ജീവനോണ്ടെന്നല്ല, അവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നിന്റെ ശരീരത്തെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. വഴക്കുള്ള വീട്ടിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നിന്റെ ചൊട്ടിയ പേഴ്സിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നിന്റെ പൊക്കാൻ വയ്യാത്ത കയ്യെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നിന്റെ കുറച്ചു പേരുള്ള സഭയെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. പോൾ യോങ്കിച്ചോ പറഞ്ഞതുപോലെ. കർത്താവേ. എൻ പീറ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട് പാറശാലയില്. അദ്ദേഹം ഒക്കെ പറഞ്ഞു, അദ്ദേഹം വിശ്വാസത്തെ പറ്റി പഠിച്ചു. ഒരു ശ്രീലങ്കക്കാരൻ പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞ് സഭയിൽ ചെന്ന് വെച്ച് പറഞ്ഞു, നാളെ 3000 പേർക്ക് ഇരിക്കാനായിട്ട് ഓലയിട്ടാട്ടെ. ഒരു പാവപ്പെട്ടവരാ, ഓലയിട്ടിട്ട് അതിലെ പുറത്തായിരിക്കും. അതിന് പറഞ്ഞു, നമ്മൾ 100-300 പേരേ ഉള്ളൂ. അല്ല, ഞാൻ 3000 പേരെ കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും ചെന്നിട്ട് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു, ഒരു സ്ത്രീ വരട്ടെ, രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടട്ടെ, ഈ സഭയുടെ നടുത്തൂണായി തീരട്ടെ. ഇപ്പുറത്തോട്ട് മാറി വേറൊരു സ്ത്രീയെ വിളിച്ചു, വിശ്വാസി വിളിക്കാണ്. ഇങ്ങോട്ട് മാറി വേറൊരു സ്ത്രീയെ വിളിച്ചു, ഇപ്പുറത്തോട്ട് മാറി വേറൊരു സ്ത്രീയെ വിളിച്ചു. എന്നിട്ട് ഒരു പുരുഷനെ വിളിച്ചു. എല്ലാരും നോക്കി ചിരിച്ചു. പാസ്റ്റർക്ക് വട്ടാന്നോ? വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിക്കുന്നവർ ഭ്രാന്തരാണെന്ന് തോന്നുന്നു. പക്ഷെ 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ആളുകളുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാല് പൊട്ടി, അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി, കൈ പൊട്ടി, ചോര വന്നു. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല.
ഒരു 4-5 വർഷത്തിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ സഭയിൽ പ്രസംഗിക്കാൻ പോയിരുന്നു. ഡിസംബർ മാസം 31-ാം തീയതി. ഭയങ്കര മഴ. അയ്യോ, പോകാൻ വയ്യ, ചെളിയായി കിടക്കുകയാണ്, കട്ട പിടിച്ച ചെളി. എത്ര പേരുണ്ടായിരുന്നറിയാം? 6000 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊയറിനകത്ത് 120 പേരുണ്ട്. എങ്ങനെ ഉണ്ടായതാ? പറഞ്ഞു വാങ്ങിച്ചു. അവര് പ്രാർത്ഥിച്ചു. പോളിയോങ്കിച്ചു അതുപോലെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ ചിലപ്പോൾ 7 ലക്ഷം പേരാണ്. ആളുകൾ വന്നു കഴിഞ്ഞും വെച്ച് ഓരോരുത്തരും ഒഴിഞ്ഞു കിടക്കുന്ന കസേരയോട്ട് കൈവച്ച് പ്രാർത്ഥിക്കും. പാസ്റ്ററുടെ പുൾപിറ്റെ ചെന്നിട്ട് പ്രാർത്ഥിക്കും. കർത്താവിടെ ആളുകളുമായിട്ട് കടന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യണം, നിങ്ങളുടെ വീടിന് വേണ്ടി ചെയ്യണം, നിങ്ങളുടെ പുരേടത്തിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. കേട്ടവരൊക്കെ പരിഹസിച്ചു. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ പരിഹസിക്കും. എല്ലായിടത്തും പരിഹസിക്കും, എന്നും പരിഹസിക്കും. സാരമില്ല. ഹല്ലേലൂയ. പരിഹസിക്കുന്നവരെ അവസാനം നിങ്ങൾ മിടുക്കരാണെന്ന് പറയുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. അവരെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനും അമ്മയും. കാരണം ആരും ഒരു പരാതി പറയരുത്, ആരും ഒരു അപവാദം പറയാൻ ഇടയാക്കി തരും. ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പാസ്റ്ററുടെയൊക്കെ പറയും, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരിടത്ത് പോകരുത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ മാത്രം ഉള്ളിടത്ത് പോകരുത്. ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറൊരാളിനെ കൂടെ കൂട്ടിക്കൊണ്ടേ പോകാവും. വേറൊരു സ്ത്രീയല്ല, വേറൊരു പുരുഷനെ കൂട്ടിക്കൊണ്ടേ പോകാവും. ഹല്ലേലൂയ. അവരകത്ത് കടന്നു. എന്നിട്ട് ബാലയുടെ കൈക്ക് പിടിച്ചു. ഹല്ലേലൂയ. കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത്ത കൂമി എന്ന് പറഞ്ഞു. ലിറ്റിൽ ഗേൾ അറൈസ്. വിശ്വാസത്തോടെ വാക്കുകൾ പറഞ്ഞു. അവിടെ വലത്ത് കൈ പിടിച്ചു. എൻ്റെ ദൈവം ആരാണ്? അവൻ നിന്റെ വലത്ത് കൈ പിടിക്കുന്നവനാണ്, നിന്നെ ഉയർത്തുന്നവനാണ്, നിന്നെ മാന്യനാക്കുന്നവനാണ്, നിന്റെ പ്രശ്നത്തെ പരിഹരിച്ചു തരുന്നവനാണ്. എന്നിട്ട് യേശു പറഞ്ഞു, എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ. എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു. നിന്റെ ഒട്ടിയ പേഴ്സിനോട് പറയണം. നിന്റെ കുറഞ്ഞു വരുന്ന വെറും 2 അക്കം മാത്രമുള്ള ബാങ്ക് ബാലൻസിനെ നോക്കിക്കൊണ്ട് പറയണം, ഇതിനകത്ത് പൂജ്യങ്ങൾ വർദ്ധിക്കട്ടെ, ഇപ്പുറത്തൊരു 9 കൂടെ വർദ്ധിക്കട്ടെ പറയണം. എന്നിട്ട് കഠിനാധ്വാനം ചെയ്യണം. ഹല്ലേലൂയ. ബാല ഉടനെ എഴുന്നേറ്റു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. എന്താ കാര്യം? അവന്റെ സമയമായിട്ടില്ല. ഹല്ലേലൂയ. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിന് ജീവൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഭക്ഷിക്കാൻ കൊടുക്കണം. എന്താ ഭക്ഷിക്കാൻ കൊടുക്കണം? കള്ളല്ല, കഞ്ചാവും അല്ല, ദൈവത്തിന്റെ വചനം. പാലാകുന്ന, മീറ്റാകുന്ന, ഇറച്ചിയാകുന്ന, മാംസമാകുന്ന വചനം കൊടുക്കണം. വേദപണ്ഡിതന്മാർ പറയുന്നത്, വേദപണ്ഡിതന്മാരല്ല, മിഷോളജിസ്റ്റ് പറയുന്നേ, ഒരിടത്തൊരു പുതിയ സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 30% പേര് പിന്മാറിപ്പോയി കഴിഞ്ഞാലും അത് ഹെൽത്തി മൂവ്മെന്റ് ആണെന്നാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയായിരിക്കും. ഒരിടത്തൊരു സഭ സ്ഥാപിച്ച ഒരു വിശ്വാസികളില്ലാത്ത ഒരു സ്ഥലത്ത് എന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു. അതിനകത്ത് 100 പേര് രക്ഷിക്കപ്പെട്ടു. 30 പേര് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി മൂവ്മെന്റ് ആണ്. ഞങ്ങളുടെ സംഘടനയിൽ 20% പേര് പോലും പിന്മാറിപ്പോയിട്ടില്ല. എന്താ കാര്യം? ഞങ്ങളുടെ വിശ്വാസികളെ ഞങ്ങൾ വചനം പഠിപ്പിക്കുന്നു, നല്ലതുപോലെ പഠിപ്പിക്കുന്നു. സഭാരാധനയെ ഒന്ന് കൈകൊട്ടാൻ മാത്രമല്ല, ഞങ്ങൾ അവർക്ക് പറയും വേദോസ്തം കൊണ്ടുവരണം. വേദോസ്തം വായിക്കാൻ അറിയാത്തവർ എഴുതാനും വായിക്കാനും ഞങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് പറയും നോട്ട്ബുക്ക് കൊണ്ടുവരണം. ഞങ്ങൾ പറയുന്നത് എഴുതിയെടുക്കണം. ഇന്ന് ഒത്തിരി സഭകളിലും ആളുകൾ എഴുതിയെടുക്കുന്നില്ല. നിങ്ങളിൽ എത്ര പേര് എഴുതിയെടുക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതിയെടുക്കുന്നില്ല. വചനത്തിനകത്ത് ഉറച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും. ഒന്നാമത്തെ നമ്മുടെ ശത്രു, എല്ലാവരുടെയും ശത്രു, ദുഷ്ടാത്മാവ്. കുടുംബ വഴക്കുണ്ടാക്കുന്നത്. ദുഷ്ടാത്മാവ് സഭ രണ്ടാക്കുന്നത്. ദുഷ്ടാത്മാവാണ് നമ്മളെ മടിയരാക്കുന്നത്. ദുഷ്ടാത്മാവാണ് നമുക്ക് സംശയം തരുന്നത്. അതിനെ അതിജീവിക്കുവാൻ യേശു സഹായിക്കും. 2, രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവിന് കഴിയും. മരുന്നിന് സാധിക്കാത്തത്. ഞാൻ എല്ലാ വിധത്തിലുള്ള അത്ഭുതം കാണുന്ന മനുഷ്യനാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 5 എയ്ഡ്സ് രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എയ്ഡ്സ് രോഗികളെല്ലാം ഞാൻ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞില്ല. സൗഖ്യമാക്കുന്നത് ഞാനല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത്ഭുതം കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ ഇന്നും കാണുന്നു. എയ്ഡ്സ് രോഗികൾ സൗഖ്യമാകുന്നത്, ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നത്. കർത്താവ് സൗഖ്യമാക്കിയാൽ സൗഖ്യമായി, ഇല്ലെങ്കിൽ ഇല്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാനൊക്കുമായിരുന്നെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒട്ടിയെന്ന് വെച്ച് ഒരു കോണിൽ നിന്ന് ഒരു കോണി വരെ സൗഖ്യമാകും. ഞാനല്ല സൗഖ്യമാകും. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്നു. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് സൗഖ്യമല്ല എനിക്ക് അറിഞ്ഞുകൂടാ. 1 ദുഷ്ടാത്മാവ്, 2 രോഗം, 3 മരണം.
ഏത് മരണം? പാപത്തിൽ നിന്നുള്ള മരണം. ഇന്ന് ഞാനൊരു കൊട്ടേഷൻ വായിച്ചു. ആരാ പറഞ്ഞത് എനിക്കറിയാം, ആരാ പറഞ്ഞെന്നറിയാം. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ 2 വിധത്തിലുള്ള ആൾക്കാരെയുണ്ട്. കറുത്തതും വെളുത്തതും അല്ല, പാവപ്പെട്ടവനും ദരിദ്രനുമല്ല, പാപത്തിൽ മരിച്ചവനും പാപത്തിനായിട്ട് മരിച്ചവനും 2 പേരേ ഉള്ളൂ. അങ്ങനെ പാപത്തിൽ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പദ്ധതിയല്ല മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കണം. യേശു അങ്ങനെ ചെയ്തു, അവൻ ദൈവപുത്രനായതുകൊണ്ട്. എന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതി അല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് സഭകളിലെങ്ങും ആരും മരിക്കത്തില്ല. സഭകളിൽ എല്ലാവരും ദൈവത്തിന്. പക്ഷെ പാപത്തിൽ മരിച്ചവൻ, റോമർ 3:23, പാപത്തിന്റെ ശമ്പളം 6:23, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. 3:23, സകലരും പാപം ചെയ്തു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നാൽ എൻ്റെ ക്രിസ്തുവിൽ ജീവനോ നിത്യജീവനാണ്. നിത്യമായിട്ടുള്ള 2 കാര്യമാണ്, നിത്യമായ നരകം, നിത്യമായ സ്വർഗം. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. എൻ്റെ യേശു ആരാണ്? അവൻ മരണത്തിൽ നിന്നും, പാപത്തിന്റെ മരണത്തിൽ നിന്നും, നരകത്തിൽ നിന്നും നമുക്ക് രക്ഷ തന്നിരിക്കുന്നു. എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പില്ല എങ്കിൽ ഇന്നൊരിക്കലൂടെ യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുവെ എന്നെ രക്ഷിക്കണമേ. ഞാൻ ചിലർ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് ഒരു സ്ത്രീകളുടെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. 10-25 പേരേ ഉള്ളൂ, അത്രയും കാണത്തില്ല, 20 പേരെ കാണത്തുള്ളായിരിക്കാം. ഞാൻ അവിടേക്ക് ഒരു അപ്പച്ചൻ മാത്രം വന്നിട്ടുണ്ട്. പണ്ട് പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ആ അപ്പച്ചൻ പുറകിൽ ഇരിപ്പുണ്ട്, പെൻഷനൊക്കെ അപ്പച്ചനായി. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞുടനെ അപ്പച്ചൻ ചാടി അങ്ങ് എഴുന്നേറ്റു, പറഞ്ഞു, ഇന്ന് ഈ മോൻ എന്നെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മോനൊന്ന് വിളിച്ചു. പ്രായവും അതുപോലാണ്. എനിക്കന്ന് ഒരു 30 വയസ്സ് തികച്ച 29, 35 വയസ്സേ കാണത്തുള്ളൂ. 35 വയസ്സ് കാണും. അദ്ദേഹം പ്രായമുള്ള മനുഷ്യൻ, 70 വയസ്സാണ്. അതേ പറഞ്ഞു, നീ മോൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? പക്ഷെ അതുകൊണ്ട് എന്തായാലും ഞാൻ പരീക്ഷണം നടത്താൻ നിശ്ചയിച്ചിട്ടില്ല. ഞാൻ യേശുവിനെ ഒരിക്കലൂടെ സ്വീകരിക്കുന്നു. യേശുവെ എൻ്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അതൊരു ബുധനാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം മരിച്ചു. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആന്റി എൻ്റെ ഒക്കെ പറഞ്ഞു, കുഞ്ഞെ, അപ്പച്ചൻ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കാരണം ഏതെങ്കിലുമൊക്കെ തെറ്റിടയ്ക്ക് വന്നെങ്കിലും ഒന്നുകൂടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലയോ? നാം കൂടെ അനുദപിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും പാപത്തിന്റെ അടിമയാണ് നിങ്ങളെങ്കിൽ, ആർക്കും അറിയത്തില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, മാതാപിതാക്കൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ പാസ്റ്റർക്കും അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുള്ള പാപം അറിയാവുന്ന 3 പേരുണ്ട്. 1 ദൈവത്തിനറിയാം, 2 പിശാചിനറിയാം, 3 നിങ്ങൾക്കറിയാം. എൻ്റെ പപ്പായോട് ഒരാളും അന്യായം ചെയ്തായിരുന്നു, എൻ്റെ കൂടാത്രം കണ്ട് ചെയ്തതാണ്. അദ്ദേഹം മരിക്കാൻ എൻ്റെ പപ്പ ഒരു നീതിമാനായിരുന്നു, നീതിമാനായ യാക്കോബക്കാരനായിരുന്നു. അയാൾ മരിക്കാൻ കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് പപ്പ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ആള് വർത്താനം പറയാൻ വയ്യ. അപ്പൊ പറഞ്ഞ, എല്ലാം എനിക്കറിയാം, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഏതെങ്കിലും പാപത്തിന് അടിമയായിട്ട് നിങ്ങൾ ജീവിക്കുകയാണോ? ഏതെങ്കിലും പാപബോധത്തിന് അടിമയായിട്ട് നിങ്ങൾ ജീവിക്കുകയാണോ? ഭയത്തിൽ ജീവിക്കുകയാണോ? ഇന്നൊരിക്കലൂടെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ. അത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തിലാണെങ്കിൽ, ഏതെങ്കിലും പിശാച് നിങ്ങളെ ശല്യപ്പെടുത്തുന്നെങ്കിൽ, ഏതെങ്കിലും രോഗം നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ച് ഈ യോഗം എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും രോഗം നിങ്ങൾക്കുണ്ടോ? രക്തസ്രവം, പറയാനൊക്കാത്തൊരു സോക്കേട്, അതൊരു ദുഷ്ടാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഭാര്യ അടിക്കുന്നുണ്ടോ? ഭർത്താവുമായിട്ട് കലഹിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതുണ്ടോ? ഏതെങ്കിലും ഒരു ദുഷ്ടാത്മാവിന്റെ ശക്തി, ഒരു രോഗത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് പറഞ്ഞാട്ടെ. ദൈവം എൻ്റെ വാക്കുകളെ ഉപയോഗിക്കട്ടെ. നിങ്ങൾ സൗഖ്യമുള്ളവരായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവെ, ഏതെങ്കിലും ദുഷ്ടാത്മാവ് അവരെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, രോഗമായിരിക്കാം, കഷ്ടതയായിരിക്കാം,
ദാരിദ്ര്യമായിരിക്കാം, കർത്താവ് വിസയുടെ പ്രോബ്ലം ആയിരിക്കാം, ജോലിയിലെ പ്രശ്നമായിരിക്കാം. എൻ്റെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദുഷ്ടാത്മശക്തി അവരെ വിട്ട് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വരട്ടെ. ദുഷ്ടാത്മശക്തി ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, അവരെ വിട്ട് മാറിപ്പോകുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നവരെ വിട്ട് മാറിപ്പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടാത്മശക്തി, കുടുംബ വഴക്കന്റെ, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ഫോണിനകത്ത് നോക്കുന്ന ദുഷ്ടാത്മാവ്, മദ്യപാനത്തിന്റെ ഏതെങ്കിലും ദുഷ്ടാത്മശക്തി ഇവരെ ശല്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നു, അവരെ വിട്ട് മാറിപ്പോകുക. രോഗമാണോ, നടുവേദന, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. തോളിന്റെ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഫ്രോസൺ ഷോൾഡർ സൗഖ്യമായി തരിക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തരിക. വയറിനകത്തെ അസുഖം മാറുക, ചെവിക്കാത്ത അസുഖം മാറുക, കണ്ണിന്റെ അസുഖം മാറുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തരിക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തരിക. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗശാന്തി ഉണ്ടാകട്ടെ, ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ വീട്ടിലേക്ക് നീ കൈനീട്ടി അവർക്ക് സൗഖ്യം കൊടുക്കണമേ. അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും കാണാം.